നമ്മളിപ്പോ എവിടെ വന്നിരിക്കണേ? എവിടെ? എന്ത് കേൾക്കണില്ല? കേൾക്കണില്ല. എന്താണ് നമ്മളെ പ്രോഗ്രാമിന്റെ പേര്? ബട്ടർഫ്ലൈസ്. അതെന്താ സാധനം? കൂറാച്ചിയോ? കൂറാച്ചിയോ? എന്ത്? പൂമ്പാറ്റ അല്ലേ? ഈ പൂമ്പാറ്റന്റെ പ്രത്യേകത എന്താ അറിയോ നിങ്ങക്ക്? നിങ്ങൾ ഉറക്ക പറഞ്ഞാലുള്ള കേൾക്ക. പൂമ്പാറ്റ ഇങ്ങനെ പറന്നു പോകൂല്ലേ? അങ്ങനെ ആ പൂമ്പാറ്റനെ കാണാൻ ഭയങ്കര രസല്ലേ? അല്ലേ? അല്ലേ? അതേപോലെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് ആര്? പൂമ്പാറ്റകളാണ് നിങ്ങളെല്ലാവരും. ആരാണ്? പൂമ്പാറ്റ. ഇവിടുത്തെ ഇങ്ങനെ നോക്കുമ്പോഴേ ഭയങ്കര രസങ്ങളെ കാണാന്. ഓനവിടെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കണ്ണ് കാണില്ല. തൊപ്പിയൊക്കെ ഒന്നുകൂടെ കയറ്റി വെക്കണം കേട്ടോ. സ്റ്റേജിലേക്ക് കാണില്ലേ? കാണില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മളെ പ്രോഗ്രാമിന്റെ പേരാണ് എന്ത്? ബട്ടർഫ്ലൈസ് അല്ലേ? എന്നെ കണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ്? കണ്ടുകണോ? എവിടുന്ന്? ഇവിടേക്ക് വന്നപ്പോ അല്ലേ? എന്റെ പേര് പറഞ്ഞാണ് എല്ലാരും. അറിയില്ല? ഈ ഇക്കാന്റെ പേര് അറിയോ? ഇല്ല. എന്നാൽ ഈക്ക പറയൂ ഇക്കാന്റെ പേര്. എന്റെ പേരറിയാമോ? ആർക്കും അറിഞ്ഞൂടെ? അറിയാവുന്നവരൊന്നും ഓർക്കെ പറഞ്ഞേ. കേക്കില്ല? എന്റെ പേരാണ് നിയാസ്. പേരെന്താ? നിയാസ്. നിങ്ങളായിരിക്കും സുഖമല്ലേ? സുഖമല്ലേ? ഒരു ഉഷാറില്ലല്ല. ഇപ്പൊ ഉഷാറായി. പക്ഷെ ഈ ഭാഗത്ത് കുറച്ച് ഉഷാർ കുറവുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പം എൻ്റെ പേരാണ് ഷാമിൽ. എന്താണ്? അപ്പം രണ്ട് അങ്കിളുമാരങ്ങൾക്കില്ല. ഒന്നാമത്തെ അങ്കിള് പേരെന്താ? ഷാമിൽ അങ്കിൾ. രണ്ടാമത്തെ അങ്കിളുടെ പേരെന്താ? നിയാസ് അങ്കിൾ. ഞങ്ങൾ രണ്ടുപേരാണ് നിങ്ങളടുത്ത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നിങ്ങളടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും സമ്മാനങ്ങളായിട്ട്. സമ്മാനങ്ങൾ വേണ്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? സമ്മാനങ്ങൾ കൂടുതൽ മേടിക്കുക. സമ്മാനങ്ങൾ കൂടുതൽ മേടിക്കുക. ഇവിടെ കുറേ അങ്കിളുമാർ വരും. കുറേ അങ്കിളുമാർ വരും. അങ്കിളുമാർ വന്നിട്ട് ഇവിടെ സ്റ്റേജിൽ വന്നിട്ട് ഈ ഒന്ന് വന്ന് പാട്ട് പാടാ പറയുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്നെ കൊണ്ട് കഴിയൂല, ഞാൻ വരില്ല എന്ന് പറയണ്ടേ? അല്ല, ഐ ആം റെഡി. എന്താ പറയണ്ടേ? ഐ ആം റെഡി. ഇവിടെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയേണ്ട ഒന്നാമത്തെ മറുപടിയാണ് എന്ത്? ഐ ആം റെഡി. നോട്ട് റെഡിയാണോ? അല്ല, ഐ ആം റെഡി. അങ്ങനെ നമ്മൾ ഏത് അങ്കിളുമാരും ഒന്നും നിങ്ങളെ കാണാൻ വരികയാണ്. നിങ്ങൾ ആരാണ്? ബട്ടർഫ്ലൈസുകളാണല്ലേ? പൂമ്പാറ്റകളാണ്. ഈ പൂമ്പാറ്റകളെ കാണാൻ കുറേ അങ്കിളുമാർ ഇവിടെ സ്റ്റേജിലേക്ക് വരും. അപ്പോഴൊക്കെ നമ്മൾ എല്ലാത്തിനും എന്താ ചെയ്യണ്ടേ? ഐ ആം റെഡി. ആ ഒരു വാക്ക് നമ്മൾ വൈകുന്നേരം അല്ലേ, നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്? മറക്കാൻ പാടില്ല. മറക്കൂലല്ലോ? ഉറപ്പല്ലേ? ആര് റെഡി? ആര് റെഡി? യെസ്. നിങ്ങളെല്ലാരും ഭയങ്കര ഉഷാറിലാണല്ലോ അല്ലേ? ഭയങ്കര ഉഷാറിലാണല്ലേ? അപ്പൊ ഇടക്ക് ഇങ്ങനെ ഒരു ചായയും ഒരു വെള്ളം ഒരു ഐസ്ക്രീം ഒക്കെ ഒന്നുകൂടെ വരികയാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാവൂലേ നിങ്ങള്? അല്ലേ? ഈ ഉഷാറ് വൈകുന്നേരം വരെ വേണം. ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഉറപ്പല്ലേ? ഞങ്ങൾ ഇടക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോ ഇക്കാരും ഓരോ കഥകളൊക്കെ പറയും.
അല്ലേ? ഇവിടെ വന്നിട്ട് ഓരോ അങ്കിളുമാർ ഓരോ കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്തോൽ ആരെങ്കിലും ഉണ്ടോ? പാട്ടോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടാ? ഉമ്മാനെ ഇഷ്ടാണോ? ഉപ്പാനെ ഇഷ്ടാണോ? നമ്മൾ ഈ പ്രോഗ്രാം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വൈകുന്നേരം വരെ നല്ല കുട്ടികളായിട്ട് ഇരിക്കൂലേ? എന്നാല് നിയാസങ്ങളെ ഇവരെ നമുക്ക് 2 ഗ്രൂപ്പാക്കിയാലോ? ഒന്ന് എയും ആക്കാം, ഒന്ന് ബിയും ആക്കാം. ഓക്കെ, എന്നിട്ട് ഇവരെന്നെ ഒരു ഗ്രൂപ്പിന് ഒരു പേരും കണ്ടുപിടിച്ചോട്ടെ. അപ്പൊ നമുക്ക് ഏത് ഭാഗമാണ് എ ഗ്രൂപ്പ് ആക്കുക? എ ഗ്രൂപ്പ് വേണ്ടവരൊന്ന് കൈ നോക്കിയേ. നമുക്ക് വലതുഭാഗത്തുള്ളത് എ ഗ്രൂപ്പ് ആക്കാം, ഇടതുഭാഗത്തുള്ളത് ബി ഗ്രൂപ്പ്. ബി ഗ്രൂപ്പിൽ കുറെ ആളുകൾ ഉണ്ടല്ലേ? പക്ഷെ എ ഗ്രൂപ്പിന് അതൊരു വിഷയമല്ല. അപ്പൊ ഞാൻ എന്തായാലും ബി ഗ്രൂപ്പിന്റെ ലീഡറാണ്. നിയാസിക്ക നിങ്ങൾ എ ഗ്രൂപ്പിന്റെ. നമ്മൾ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഇവരെ നോക്കണ്ട, ഓലി എന്തോ അവിടെ ചെയ്തോട്ടെ. നമ്മൾ നല്ല കുട്ടികളായിട്ട് പറഞ്ഞാ കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ കളിയാക്കോ പറ്റിക്കോ? ഓലെ നോക്കണ്ട. നമ്മൾ ഓല അവിടെ എന്തും ചെയ്തോട്ടെ, ഓലെ നമ്മൾ നോക്കേ വേണ്ട. ഓൽക്ക് അവിടെ -പോയിന്റ് ഇടും. നമുക്ക് എപ്പോഴും എവിടെ ഉണ്ടാവണം? പ്ലസ്സിലുണ്ടാവണം. ഉണ്ടാവൂലേ? പിന്നെ ഇനി നിയാസ്ക പറഞ്ഞോട്ടെ എ ഗ്രൂപ്പിനോട്. നിങ്ങൾക്ക് അല്ല, നമ്മളേത് ഗ്രൂപ്പ്? ബി. ഇനി നിയാസ്ക എന്താ കേട്ടെ, എ ഗ്രൂപ്പിനുള്ള നിർദ്ദേശം കൊടുത്തോട്ടെ. നമ്മൾ ഉഷാറല്ലേ? അത് മതി. എ ഗ്രൂപ്പ് ഒന്ന് ഉഷാറായിട്ടൊന്ന് ഹായ് പറഞ്ഞേ. ഒന്നും കൂടി. കണ്ടില്ലേ, ബി ഗ്രൂപ്പ് ഇത്രയും പേരുണ്ടായിട്ട് അവർക്ക് നാണാവേ. എ ഗ്രൂപ്പിന്റെ പവർ കണ്ടില്ലേ? അങ്ങനെയാണോ? അല്ല, ഈ പവർ ഉണ്ടല്ലോ വൈകുന്നേരം വരെ വേണം. ഉണ്ടാവൂലേ? നിങ്ങളൊന്നും പറയണ്ട. ഞങ്ങള് ബി ഗ്രൂപ്പാണ് പവർ അല്ലേ? ആണ്. എ ഗ്രൂപ്പ് ഒന്ന് പവർ കാണിച്ചേ. ഹായ് പറ. അപ്പം ഇവിടെ വന്നിട്ട് കുറെ അങ്കിളുമാരെ ചോദിക്കുമ്പോൾ എ ഗ്രൂപ്പ് അല്ല ബി ഗ്രൂപ്പ് എന്ത് വേണം? ആൻസർ വരണം. അത് എ ഗ്രൂപ്പ് പറഞ്ഞോളൂ. ബി ഗ്രൂപ്പ് ആൻസർ വരണം. ഉറപ്പല്ലേ? ആര് റെഡി? നിയാസ്ക ഞങ്ങൾ റെഡിയാണ് എപ്പോഴും എന്തിനും അല്ലേ? ഇവിടെ വന്നിട്ട് ഞാൻ ഒരാളോട് പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടൂലേ? കഥ പറയാൻ പറഞ്ഞാൽ കഥ പറയൂലേ? ഒരാളോട് വന്നിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂലേ? ഉറപ്പല്ലേ? അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പവർ വേണം അല്ലേ? കാറിലോ വന്ന് എത്ര ആൾക്കാരുണ്ട്? ബസ്സില്, ട്രെയിനില്, വിമാനത്തില്, കപ്പലില്, എല്ലാത്തിലും വന്നിക്കണില്ലേ? അപ്പൊ ആ പവർ അതിൽ കേറുമ്പോൾ വേണം. നമ്മളെപ്പോഴും എന്താണ്? നമ്മളെ ഗ്രൂപ്പിന്റെ പേരെന്താ? ബി. നിയാസങ്ങളെ ഇനി നമ്മളെ ഗ്രൂപ്പിന് ഒരു പേര് വേണം. ആദ്യം എ ഗ്രൂപ്പ് തന്നെ ഇട്ടെ. ആയിക്കോട്ടെ. എന്താ നമുക്ക് പേരിടാ? നമ്മുടെ ഗ്രൂപ്പിന് നല്ലൊരു പേര് പറഞ്ഞേ. ലിറ്റിൽ സ്റ്റാർ. എല്ലാവർക്കും ഇഷ്ടമായ ആ പേര് ലിറ്റിൽ സ്റ്റാർ? അപ്പൊ ഞങ്ങള് പേരിട്ടു ലിറ്റിൽ സ്റ്റാർ. നമ്മളെ ഗ്രൂപ്പിന് എന്താ പേരിടുക? അത് വേണ്ട, അത് നമ്മളെ പ്രോഗ്രാമിന്റെ പേരാണ്. നമുക്കൊരു പേര് വേണം. ആയിക്കോട്ടെ, പ്രശ്നമല്ല. ഞങ്ങൾ സൂപ്പർ സ്റ്റാർസുകളാണ് അല്ലേ? സൂപ്പർ സ്റ്റാർസുകളാണ്. ഓരോ ലിറ്റിൽ സ്റ്റാർ. ഒരു ലിറ്റിലാണ്, നമ്മളോ സൂപ്പറാണ് അല്ലേ? യെസ്, ആ സൂപ്പർ എപ്പോഴും ഉണ്ടാകണം അല്ലേ? ഉണ്ടാവൂലേ? അത് സോപ്പും പൊടിയാക്കുവോ? ഇല്ലല്ലോ. അത് പതപ്പിച്ചിട്ടൊന്നും കളയരുത് കേട്ടോ. അത് അപ്പോഴും എന്തുണ്ടാവണം? പവറില് ഉണ്ടാവണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. എ ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിച്ചേ. എ ഗ്രൂപ്പാര് നമുക്ക് എന്ത് ചെയ്യണം? അവരെ എന്ത് ചെയ്യണം? തോപ്പിക്കണം. എങ്ങനെയൊക്കെ തോപ്പിക്കൂലേ? തോപ്പിക്കും. എങ്ങനെ തോപ്പിക്കും? എങ്ങനെ?
ആ നമ്മൾ പെർഫോം ചെയ്യൂലേ? എങ്ങനെയൊക്കെ പെർഫോം ചെയ്യും? ആ സൂപ്പറായിട്ട്. എങ്ങനെ ഇപ്പൊ സൂപ്പറായിട്ട് പെർഫോം ചെയ്യാ? ആ ഇവിടുന്ന് ചില അങ്കിളുമാര് വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ എന്താ പറയണം? സ്മാർട്ടായിട്ട്, ഉഷാറായിട്ട്, അവരെക്കാളും ശബ്ദത്തിൽ ഉഷാറായിട്ട് പറയണം. പറയൂലേ? പറയൂലേ? ഒന്നുകൂടെ ഓർക്കേ, പറയൂലേ? യെസ്. ഈ ഒരു ഉഷാർ എന്ത് വേണം? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തോപ്പിക്കാം. റെഡിയല്ലേ? ഓക്കെ. പിന്നെ നിയാസങ്ങളെ, ഇവിടെ ഇപ്പം ഏകദേശം എത്ര കുട്ടികൾ ഉണ്ടാവും? ഇവിടെ ഇപ്പൊ ഒരു 300-ന് മുകളിൽ കുട്ടികളുണ്ടാവും. കുട്ടികളുണ്ടാവും അല്ലേ? നമുക്ക് ഇവിടുന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അസർ അല്ലെങ്കിൽ 4 മണി 3 മണിക്ക് ഇവിടുന്ന് പോകുന്ന ടൈമിൽ നമുക്ക് ഇവിടെ എല്ലാ കുട്ടികളുടെ പേര് പഠിക്കണം. ഞങ്ങൾക്ക് നിങ്ങളെല്ലാ ഡീറ്റെയിൽസും അറിയണം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? എനോടും ബീനോടോട്ട് പറയണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇവിടെ എന്ത് കാര്യം, എന്ത് ആക്ടിവിറ്റി വന്നാലും അതിലെന്താകുക? ആക്റ്റീവ് ആകണം. എന്തിലും നിങ്ങൾ എന്താണ്? ആക്റ്റീവ് ആവണം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയും. അറിയില്ലേ? അല്ലേ? അറിയില്ലേ? എങ്ങനെ? ഉച്ചക്ക് ബിരിയാണി തിന്നാൽ മാത്രം ആക്റ്റീവ് ആയാൽ മതിയോ? അല്ല, എല്ലാത്തിലും എന്താക്കണം? ആക്റ്റീവ് ആകണം. ആകൂലേ? ആകൂലേ? ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്? ഉറപ്പല്ലേ? ഉറപ്പില്ല. എല്ലാവരും 2 കൈ പൊന്തിക്കുക. 2 കൈ പൊക്കുക. ഉറപ്പില്ലല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എ ഗ്രൂപ്പ് നല്ലോണം കൈവകന്തിച്ചു. ബി ഗ്രൂപ്പ് മോശമാക്കി. അതെ, ബി ഗ്രൂപ്പ് മോശമാക്കി. എ ഗ്രൂപ്പ് നല്ലോണം കൈവന്തിച്ചു. അപ്പൊ എ ഗ്രൂപ്പ് പവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ബി ഗ്രൂപ്പ് മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എ ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനല്ലേ? അല്ലെങ്കിൽ അങ്ങനല്ലേ? യെസ്, ഞങ്ങൾ എപ്പോഴും പവറിലേക്കാണ്. ഓൺ പവർ അല്ലേ? അല്ലേ? നിങ്ങളെല്ലാവരും പേപ്പർ എവിടെ വരെ കളർ കൊടുത്തു കഴിഞ്ഞു? അല്ല, എടുക്കണ്ട, ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പേപ്പറൊക്കെ എല്ലാവരും മടക്കി വെക്കുക. ഫുള്ളാകാത്തവരെ എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ എ ഗ്രൂപ്പേ, ഞാൻ ഫുള്ളാകാത്തവരോട് കൈവെക്കാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ, എണീക്കാൻ പറഞ്ഞിട്ടില്ല. ആരും സീറ്റിൽ നിന്ന് എണീക്കരുത്. അപ്പോൾ ഇത്ര ആളുകളുണ്ടല്ലേ ഫില്ല് ചെയ്യാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടവരോ? ഇവിടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ പെട്ടെന്ന് എന്താക്കുക? അങ്കിളുമാരോട് കളറ് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കളർ ചോദിച്ചിട്ട് കളർ കൊടുത്തിട്ടത് ഫിൽ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കെല്ലാവർക്കും ഇവിടെ ഒരു ബാഡ്ജ് കിട്ടിയിട്ടില്ലേ? 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 എ ഗ്രൂപ്പിനും കിട്ടിയിട്ടുണ്ട്, ബി ഗ്രൂപ്പ്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത് കിട്ടിയിട്ട് അതിൽ പേരും അഡ്രസ്സും എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഒരു സാധനം എ ഗ്രൂപ്പിനും ബി ഗ്രൂപ്പിനും വൈകുന്നേരം വരെ വേണം. ഉണ്ടാവൂലേ? അഥവാ ഒരാൾക്ക് പോയാൽ അവിടെ -പോയിന്റ് ആവും. സമ്മാനം കിട്ടൂല. സമ്മാനം കിട്ടൂല. അപ്പൊ ആരും ആദ്യം അങ്ങനെ കളിച്ചിട്ട് അതെന്താക്കേണ്ട? കീറി കളയണ്ട. അത് വൈകുന്നേരം വരെ എന്താക്കണം? ഭംഗിയിലുണ്ടാവണം. എന്നിട്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. കൂട്ടുകാർത്തികൾക്കൊക്കെ ഇങ്ങനെ കാണിക്കണം. എന്താ പറയണ്ടേ? ഞാൻ ഇന്നലെ ഒരു പ്രോഗ്രാമിന് പോയിനി. എന്താ പ്രോഗ്രാമിന്റെ പേര്? എന്താണ്? ബട്ടർഫ്ലൈസ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്ലിപ്പ് ഇങ്ങ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടില്ലേ? ഈ സ്ലിപ്പ് നിങ്ങൾ എന്താക്കരുത്? കളയാൻ പാടില്ല. കളഞ്ഞ നമ്മളെ എൻ്റെ മാർക്കും പോകും, എൻ്റെ മാർക്കും പോകും, ബീൻ്റെ മാർക്കും പോകും, നമ്മളെ സ്വന്തം മാർക്ക് പോകും. പിന്നെ സമ്മാനം ഉണ്ടാവില്ല. അപ്പൊ കിട്ടാത്ത എത്ര കുട്ടികളുണ്ട് ഈ സ്റ്റിക്കർ? വളണ്ടിയർമാർ ശ്രദ്ധിക്കുക. ഇത്ര കുട്ടികൾക്ക് സ്റ്റിക്കർ കിട്ടിയിട്ടില്ല. ഞങ്ങളെ കുട്ടികളെ മാർക്ക് നിങ്ങൾ കുറക്കാൻ നിൽക്കരുത് അല്ലേ? അപ്പൊ നിങ്ങളെ കൈകളിലേക്ക് എത്തും. പേര് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റിക്കറിൽ നിങ്ങളെ പേര് എഴുതി തരും. എന്നിട്ട് എവിടെ ഒട്ടിക്കണ്ടേ? ഇവിടെ സൈഡിൽ അല്ലെങ്കിൽ പോക്കറ്റിൻ്റെ ഇവിടെ ഒട്ടിക്കണം. ഓക്കെ? കിട്ടാത്ത എത്ര കുട്ടികളെ പറഞ്ഞു? ഒന്നുകൂടെ കൈ വന്നിച്ചാണി.
എത്ര ആൾക്കാർ കിട്ടിയിട്ടില്ലേ? നിങ്ങളെ കൈകളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടോ? ഇക്കാക്കമാരും ഇത്താത്തമാരും വന്ന പേര് പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക, ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഫോൺ നമ്പർ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും അറിയോ? യെസ്, അപ്പോൾ പ്രശ്നമില്ല. ഞാൻ ഹലോ പറയുമ്പോൾ നിങ്ങൾ ഹായ് പറയണം. റെഡിയാണോ? അപ്പം ഞാൻ നോക്കും എ ഗ്രൂപ്പാണോ ഉഷാറ്, ബി ഗ്രൂപ്പാണോ ഉഷാറെന്ന് നോക്കാം. ഏത് ഗ്രൂപ്പാ ഉഷാറ്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറയാൻ പോണേ. ഞാൻ ആദ്യം എ ഗ്രൂപ്പിൻ്റെ അടുത്ത് ചോദിക്കും, പിന്നെ ബി ഗ്രൂപ്പിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം ആരാണ് പവർ നോക്കാം. റെഡിയാണോ? അപ്പം എ ഗ്രൂപ്പിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഹലോ. ഇനി ബി ഗ്രൂപ്പിൻ്റെ അടുത്ത് ചോദിക്കാൻ പോണ് ഹലോ. ഒന്നും കൂടി ചോദിക്കട്ടെ, ഹലോ. കണ്ടാ, അവര് പവർഫുള്ളായി. ഇപ്പം നിങ്ങൾ അതിനേക്കാളും പവർഫുൾ ആവണം. ഹലോ. അപ്പോൾ രണ്ടു ടീമും ഒന്നിനൊന്നും ഉഷാറായിട്ട് അല്ലേ? ഈ ഉഷാർ എന്ത് വേണം? വൈകുന്നേരം എല്ലാ സമയത്തും വേണം. വേണ്ടേ? ഉണ്ടാവൂലേ? ഓക്കെ അല്ലേ? റെഡിയല്ലേ? നല്ല കുട്ടികളായിട്ട് ഇരുന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പോയിന്റ് കിട്ടുള്ളൂ. പോയിന്റ് കിട്ടിയാലേ എന്ത് കിട്ടുള്ളൂ? സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഈ ടീമിന്റെ പേരെന്താ? ഡി അല്ലല്ലോ, നമ്മളൊരു പേരിട്ടല്ലോ. സൂപ്പർ സ്റ്റാറോ എന്താണ്? ഈ ഗ്രൂപ്പിന്റെ പേര് സൂപ്പർ സ്റ്റാർ. ഈ ഗ്രൂപ്പിന്റെ പേരാ ലിറ്റിൽ സ്റ്റാർ. അപ്പൊ ഞാൻ നോക്കും ലിറ്റിൽ സ്റ്റാർ ആണോ സൂപ്പർ സ്റ്റാർ ആണോ, ഏറ്റവും ശരിക്കും സ്റ്റാർ ആരാണെന്ന് നോക്കും ഞാൻ. അത് ഞങ്ങളുടെ ലിറ്റിൽ സ്റ്റാർ ആയിരിക്കും. ഭയങ്കര ഉഷാറല്ലേ? വന്നപ്പോ തന്നെ നല്ല ഉഷാറാണ്, ഭയങ്കര ഉഷാറ്. എന്താ അറിയില്ല, രാവിലെ എന്താ കഴിച്ചെല്ലാവരും? കട്ടൻ ചായയും ബിസ്ക്കറ്റിന് ഇത്ര പവർ ഉണ്ടോ? ഉണ്ടല്ലേ? എന്നാല് ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറേ അങ്കിളുമാർ വരുന്ന്. ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറേ അങ്കിളുമാർ വരും പറഞ്ഞില്ലേ? അപ്പം അതിലൊരു അങ്കിളെ നമുക്ക് വിളിച്ചാലോ? പക്ഷെ ആ അങ്കിളിനെ എങ്ങനെ വിളിക്കേണ്ടത് അറിയോ നിങ്ങൾക്ക്? 3 വട്ടം വിളിച്ചാലേ ആ അങ്കിള് വരുള്ളൂ. എത്ര വട്ടം? 3 വട്ടം. ഒന്നാമത്തെ വിളി എങ്ങനെ അറിയോ? അങ്കിളേ വരി. രണ്ടാമത്തെ വിളിയേ അങ്കിളേ വരി. മൂന്നാമത്തെ വിളിയോ അങ്കിളേ വരി എന്ന് പറയണം. അപ്പൊ ഞാനിവിടെ അങ്ങനെ 1 കാണിക്കുമ്പോൾ ഒന്നാമത്തെ വിളി വിളിക്കണം, 2 കാണിക്കുമ്പോൾ രണ്ടാമത്തെ വിളി വിളിക്കണം, 3 കാണിക്കുമ്പോൾ മൂന്നാമത്തെ വിളി വിളിക്കണം. 1 പവറില്ല. 1 2 3. എല്ലാവരും ഒന്ന് എണീറ്റുന്നാണ്. ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ. കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റോനെ അടിക്കാൻ നിൽക്കണം കേട്ടോ. മറ്റോളെ മുഖത്തൊന്നും തട്ടണ്ട, പിന്നെ അവിടെ ഭയങ്കര തല്ലേകാരം. ഒന്ന് കൈയൊന്ന് പൊക്കിക്കളി, 2 കൈയും. എല്ലാവരും ഒന്ന് റിലാക്സേഷൻ കൊടുത്താണ്. ഉഷാറായോ? എല്ലാവരും ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. ആരെങ്കിലും അവിടെ സംസാരിക്കണ്ടോ? സംസാരിക്കണ്ടോ? ഇല്ല. ആരും സംസാരിക്കണില്ലല്ലോ? ഞാനും സംസാരിക്കരുത് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലത് ആരോടാ? ആദ്യം ആരോടാ? അള്ളാനോട്. രണ്ടാമത് ആരോടാ? നബിനോട്. അല്ല നബിക്കൊരു സാധനം ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താ സാധനം? ഖുർആനിലെ. ആ ഖുർആൻ നിങ്ങൾ ഓതാറുണ്ടോ? എന്നും ഓതുവോ? എപ്പോഴും ഓതുവോ?
എപ്പോഴാ ഓതല്? മഗ്‌രിബ് കഴിഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഓതുവോ? എന്നാല് നിങ്ങൾ ഓതുണ്ടോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഓള് ഭയങ്കര ഈണത്തിൽ ഓതുന്ന്. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? നിങ്ങൾ എല്ലാവരും ഓതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും സീറ്റിലേക്ക് കയറിയിരിക്കാം. എല്ലാവരും ആദ്യം സീറ്റിലിരിക്കുക. ഇരുന്നോ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഓതുന്ന ആൾക്കാരാണ് പറഞ്ഞു, ശരിയല്ലേ? ബീക്കാർ ഓതാറില്ലേ? ഏക്കാർ ഓതാറില്ലേ? എന്നാല് നമുക്ക് ഇവിടെ ഒരു മധുരമായ ഒരു ഖുർആൻ പാരായണ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഇക്കാക്ക നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ വന്നതറിയോ? നമ്മളെല്ലാവരും ഖുർആൻ ഓതുണ്ടെന്നോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ്, അല്ലേ? ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ നമ്മൾ ഉഷാറായിട്ട് ഓതണം. ബീക്കാര് റെഡിയല്ലേ? ഏക്കാര് പിന്നെ നോക്കണ്ട, ഓല് എന്തേലും ചെയ്തോട്ടെ. നമ്മളെപ്പോഴും എന്താക്കണം? പവറില് നിൽക്കണം. അപ്പൊ നമുക്ക് ആ ഇക്കാക്കാനെ നിയാസങ്ങളെ ക്ഷണിച്ചാലോ? ക്ഷണിക്കാം. എങ്ങനെയാണ് ആ ഇക്കാക്കാനെ വിളിക്കണ്ടേ? 3 വട്ടല്ലേ? 1 ഇങ്ങനെ വിളിച്ചു ഇക്കാക്ക വാ പറഞ്ഞാൽ മതി. അപ്പൊ ഇക്കാക്ക വരും. 2 3. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നബഹാൻ. ഞാൻ ആദ്യം ഓതും, അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. السلام عليكم. എല്ലാവരും ഓതിയോ? ഏത് സൂറത്താണ് നമ്മൾ പാരായണം ചെയ്തത്? സൂറത്തു തകാസുർ അല്ലേ? എല്ലാവർക്കും ആ സൂറത്ത് അറിയോ? എന്നാൽ ഗ്രൂപ്പാര് ഒരേ സ്വരത്തിൽ ഒരേപോലെ ആ സൂറത്ത് മൊത്തോതി തരുമോ? എന്നാ ചൊല്ലിക്കോളി. ചൊല്ലിക്കോളി. സൗണ്ട് പോരാ. ഇതെന്താ മറ്റേ മരത്തുമെന്ന് കുറേ കിളികൾ ഒച്ച ഉണ്ടാക്കണ പോലെ? അങ്ങനെ ആകരുത്. ഒരേപോലെ ചൊല്ലണം. കല്ലാ സൗഫ തഅലമൂൻ.
എ ഗ്രൂപ്പുകാർ പോരാ. അവര് എന്ത് ചെയ്യാറുണ്ടാല് ചിലവരിങ്ങനെ ഓതുണ്ട്, ചിലവരവിടെ ഇങ്ങനെ എണീറ്റിക്കുക അല്ലെങ്കിൽ നോക്കി നിൽക്കുക. എന്തായാലും നിങ്ങൾക്കാണ്, നിങ്ങളെ ഗ്രൂപ്പിൻ്റെ ലീഡർ നിയാസങ്ങളാണ്. നിയാസങ്ങൾ അവിടെ -പോയിന്റാണ് വരുന്നത്. ഞങ്ങളെ ബീക്കാർ ഓതി തരും. ഇതെങ്ങനെയാണ് ഓതുക നിങ്ങൾ കണ്ടോളി. നിങ്ങൾ ഓതി കൊടുക്കൂലേ? കൊടുക്കൂലേ? എന്നാ ഓതിക്കാണി. സമയം കഴിഞ്ഞു അല്ലേ? ഒരു സൂറത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കണ്. കണ്ടോ? ബീക്കാരെ കണ്ടില്ലേ? ഇനി ഞങ്ങൾക്ക് ഏക്കാർക്ക് ഒരു സമയം എന്താ ആയിക്കോട്ടെ. ശരിയാക്കി തരാം. റെഡിയല്ലേ? അവർ തോപ്പിക്കണ്ടേ? അന്നൊന്ന് ഓദിക്ക. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഞങ്ങളെ ഏക്കാർ ഉഷാറായി കാണിച്ചു തന്നിരിക്കുകയാണ്. കുഴപ്പമില്ലല്ലേ? ഉഷാറാണ്. രണ്ട് ഗ്രൂപ്പ് ഉഷാറാണ്. രാവിലെ മുതൽ വാശിക്ക് വാശിയാണ് അല്ലേ? പക്ഷേ നിങ്ങൾ വാശി ഒന്നുകൂടെ കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരാ മാർക്കൊക്കെ കൊണ്ടുപോകും. എന്നാലേ ഇവിടെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്തു? ഉറക്കോതില്ലേ? എന്നാൽ സ്റ്റേജിൽ വന്നിട്ട് ഈ സൂറത്ത് പറയട്ടെ. സ്റ്റേജിൽ വന്നിട്ട് ഈ സൂറത്ത് ഉറക്കെ എല്ലാവർക്കും ഓതി കൊടുക്കണം. ആരൊക്കെ കാരണം എല്ലാവരും വരുമോ? എന്നാൽ എല്ലാവരും സീറ്റിൽ പോയിരിക്കണം. ഞാൻ വിളിക്കണോല് മാത്രം വരണം. സീറ്റിൽ പോയിരുന്ന് കൈ പൊന്തിക്കണം, എണീക്കണ്ട. കൈ സീറ്റിലിരുന്ന് പൊന്തിക്കണം. സീറ്റിലിരുന്ന് പൊന്തിക്കണം. ഇരുന്നാ മാത്രം വിളിക്കുള്ളൂ. സീറ്റിലിരുന്ന് കൈ പൊന്തിച്ചാൽ മാത്രം വിളിക്കുള്ളൂ. നെയ്യുവാ. എല്ലാരും വിളിക്കും. സീറ്റിൽ നല്ല കുട്ടികൾ. നിങ്ങൾ ബീക്കാര മാർക്ക് കുറക്കുവോ? ഇല്ലല്ലോ. നച്ചടകത്തോടെ ഇരിക്കണം. സീറ്റിൽ നിന്ന് മാത്രം കൈമൊന്തിക്കണം. പറഞ്ഞാൽ സീറ്റിൽ നിന്ന് മാത്രം കൈമൊന്തിക്കണം. സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളിങ്ങനെ ഇവിടുന്ന് നോക്കി വിളിക്കും. ആ വിളിക്കണ കുട്ടികളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ ഓതുകയാണെങ്കിൽ അവിടെ നമ്മളെ ഗ്രൂപ്പിന് എന്ത് വന്നു? മാർക്ക് വന്നു. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുകയാണെങ്കിൽ ആ മാർക്കും എന്താവും? മൈനസ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കൂലേ? ഞങ്ങൾ എ ഗ്രൂപ്പുകാർ ഉഷാറ കണ്ട ഇരുന്ന് കൈ വെക്കണം. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സർതുമുൽ മഖാബിർ. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഇനി ആരാ നല്ല രീതിയിൽ ഓതാൻ പറ്റാ ബി ഗ്രൂപ്പിൽ നിന്ന്? അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത്
حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. മാഷാ അല്ലാ. ഇനി ശ്രദ്ധിക്കേണ്ടത്, വരാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഴുവനായി തെറ്റാതെ ഓതാൻ കഴിയുന്നവർ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉറപ്പുള്ളവർ മാത്രം കൈവെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എ ടീമിൻ്റെ പോയിന്റും പോകും, ബി ടീമിൻ്റെ പോയിന്റും പോകും. മനസ്സിലായ? തെറ്റിക്കഴിഞ്ഞാൽ പോയിന്റ് പോകും. അപ്പോൾ ഉറപ്പായും തെറ്റിക്കില്ല എന്നുറപ്പുള്ളവർ കൈവെക്കുക ഇരുന്നിട്ട്. ഇനി നമുക്ക് എ ടീമിൽ നിന്ന് വിളിക്കാം. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെ ഇരുന്നാലേ വിളിക്കുള്ളൂ. എ ടീമിൽ നിന്ന് വിളിക്കാൻ പോണേ, ഇരുന്നിട്ട് കൈവെക്കണം. ആ നീ വാ. എല്ലാവരും ഇവിടെ വന്നിട്ട് കയറി ഇരുന്ന് പേര് പറയണം. പറയൂലേ? അസ്സലാമു അലൈക്കും. ഞാൻ ഹാരിസ്. ബിസ്മില്ലാഹിർ റഹ്മാൻ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുകുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. മാഷാ അല്ലാ. ഒന്ന് ഉറക്കെ പറഞ്ഞ എ ടീം ഒന്ന് മാഷാ അല്ലാ പറഞ്ഞ ഉറക്കെ, ഒന്നും കൂടി ഉഷാറായിട്ട്. ഇന്ന് ബി ടീമിന്റെ പവർ ഒന്നും കാണണ്ട. ബി ടീം ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ മാഷാ അല്ലാ. ഒന്നും കൂടി എ ടീം. നമുക്കിനി ഒരു പാട്ട് ആയാലാ? പാട്ട് പാടാൻ അറിയാമോ? ആർക്കൊക്കെ പാട്ട് പാടാൻ അറിയാം? കയ്യോക്കിയേ. സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സീറ്റിലിരുന്ന് കൈ പൊക്കണം. ആരൊക്കെ പാട്ട് പാടുമെന്ന് കയ്യോക്കിയേ, ഇരുന്ന് കയ്യോക്കിയേ. അപ്പോൾ ഞാൻ പറഞ്ഞു എ ഗ്രൂപ്പിൻ്റെയും ബി ഗ്രൂപ്പിൻ്റെയും പോയിന്റ് കുറേ മൈനസ് ആയിട്ടുണ്ട്. എന്താ കാരണം? മൈനസ് ആവാൻ കാരണം എന്താ? നിങ്ങളാരും പറഞ്ഞ കേൾക്കണില്ലേ? ഇല്ലേ? ബി ഗ്രൂപ്പിനാ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്നാ ബി ഗ്രൂപ്പിന്റെ ചെയറൊക്കെ ഒന്ന് ഉഷാറായിട്ട് വെച്ചാണ്. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഇരുന്നാണ്. എ ഗ്രൂപ്പ് ഉഷാറാവ്. ബി ഗ്രൂപ്പ് പെട്ടെന്ന് ഉഷാറായിട്ട് മാർക്കുണ്ട്. എല്ലാവരും സീറ്റിൽ ഇരിക്കുക, സ്വന്തം കസാലയിൽ ഇരിക്കുക എല്ലാവരും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സമ്മാനം എന്താ കിട്ടിയത്? എല്ലാവർക്കും തൊപ്പി. എവിടെ കിട്ടിയത്? തലയില്. രണ്ടാമത്തെ സമ്മാനങ്ങളെ കൈകളിലേക്ക് വരും എല്ലാവർക്കും. എന്തിനാ അറിയോ? നിങ്ങളെല്ലാരും ഓതിയില്ലേ? ഉറക്കോതിയില്ലേ? അപ്പൊ ഇവിടുത്തെ ഇക്കാക്കമാര് പറഞ്ഞ് എ ഗ്രൂപ്പിന് മാത്രം കൊടുക്കണ്ട, അല്ലെങ്കിൽ ബി ഗ്രൂപ്പിന് മാത്രം കൊടുക്കണ്ട, എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ നിങ്ങളെല്ലാരെ കയ്യിലേക്കും ഒരു ബിസ്ക്കറ്റ് വരുന്നുണ്ട്. ഏതാ ബിസ്ക്കറ്റ് അറിയോ? അത് നിങ്ങൾ തിന്നു നോക്കിയിട്ട് പറയണം ഏതാ ബിസ്ക്കറ്റ്. പക്ഷേ ആ ബിസ്ക്കറ്റ് സീറ്റ് എണീക്കാണെ മാർക്ക് പോകും. ബി ഗ്രൂപ്പ് മാർക്ക് പോകും. സീറ്റിൽ നിന്ന് ആരെങ്കിലും എണീറ്റാ എ ഗ്രൂപ്പിന്റെ മാർക്ക് പോകും. സീറ്റിൽ ഇരിക്കണം, നിങ്ങളെ കൈകളിലേക്ക് വരും അല്ലേ? അപ്പൊ പിന്നെ ഈ സ്റ്റേജ് മേലെ ഒരു സമ്മാനം കണ്ടോ? 2 സമ്മാനങ്ങള്. എന്തൊക്കെയാണത്? അതൊക്കെ നിങ്ങൾക്കില്ലതാ. അവിടെ കുറേ സമ്മാനങ്ങളുണ്ട്. പക്ഷേ
നിങ്ങളിവിടെ നല്ല കുട്ടികളായിട്ട് ഇരിക്കണില്ല, അതുകൊണ്ടാണ് നിങ്ങളാകെ കസാല ചെരിച്ചൊക്കെ ഇട്ടിക്കണത്. എല്ലാവരും ഒരേ രൂപത്തിൽ ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ളത് എന്താണ്? ആ സമ്മാനങ്ങളാണ്. അപ്പം അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്ത് നല്ല കുട്ടികളെ പോലെ ഇരിക്കണം. അത് വിചാരിച്ച് നിങ്ങൾ ചീത്ത കുട്ടികളെന്നല്ല, നിങ്ങൾ നല്ല കുട്ടികൾ തന്നെ. ഒന്നുകൂടെ നല്ല കുട്ടികളായിട്ട് എന്താക്കണം? ഇരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇനി ബിസ്ക്കറ്റ് മാത്രമല്ല, ഒരു വള്ളം കൂടി ആയാലോ? ആയാലോ? ഞങ്ങളെ കൈക്കിട് വരും കേട്ടോ. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ കഴിച്ചു തുടങ്ങി. ബിസ്മി ചൊല്ലാൻ മറന്ന എത്ര ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ മറന്ന നമ്മൾ എന്താ ചൊല്ലുക? ബിസ്മില്ലാഹി അവലോ ആഖിറ ചൊല്ലണം കേട്ടോ. തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചൊല്ലുക? അൽഹംദുലില്ലാ ചൊല്ലൂലേ? ആരാ നന്നായി പാടാ? ഇരിക്ക കൈവക്കുക, സീറ്റിലിരിക്ക കൈവക്കുക. നീ പാട്ടോടോ? അവൻ പാടൂലേ? സീറ്റിലിരിക്കുക കൈവക്കുക. പാടും. നല്ല പാട്ട് പാടണം. നല്ല പാട്ട് പാടിയാലേ മൈക്ക് വരുള്ളൂ. സീറ്റിലിരിക്കുക കൈവക്കുക. നീ വാ. അസ്സലാമു അലൈക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വന്ന് ഞാൻ പാടാന്ന് പറഞ്ഞാൽ ആരെയും പാടിപ്പിക്കൂല. അങ്ങനെ ഒന്ന് പറയുന്ന ആൾക്കാർ പാടിപ്പിക്കുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? എന്താ നമ്മൾ പറഞ്ഞത്? എന്ത് ചെയ്താലേ പാടിപ്പിക്കുള്ളൂ? എന്ത് ചെയ്താലേ പാടിപ്പിക്കുള്ളൂ? സീറ്റിലിരിക്കണം, കൈ പൊക്കണം. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ആരാണ് പാടുന്നത്? കൈവോക്ക്. ഇരുന്ന് കൈവോക്കുക. നീ വാ. പിന്നെ ഒരു കാര്യം, പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നവരെ അടുത്ത ചാൻസ് തരുള്ളൂ. ശ്രദ്ധിച്ച് പാട്ട് കേട്ടിരിക്കുന്നവർക്ക്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹവ്വ. ഞാൻ പെരുമ്പാവൂർ ചേരക്കുളം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്താരുണിയാൻ പൂ മുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതു നാരി ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്താരുണിയാൻ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതു നാരി ഹാജറ. സമ്പൂർണദീനിൽ തിളങ്ങുമി ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ചു ബി ഹാജറ. ആരും പുകഴ്ത്തുന്ന തൂമങ്ക ഹാജറ അഹദായ നാഥനെ സ്നേഹിച്ചു ഹാജറ.
സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫ മർവ കഥയിലും ബീവി ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്താരുണിയാൻ പൂമുത്ത് ഹാജറ. ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതൂനാരി ഹാജറ. കനിമോനിസ്മായിലോടൊത്ത് ഹാജറ. കഅബ ശരീഫിങ്കൽ ചെല്ലുന്നു ഹാജറ. കൈക്കുഞ്ഞിൻ പൈതാഹം തീർക്കുവാൻ ഹാജറ. കരുണാനിധിയോട് തേടുന്നു ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്താരുണിയാൻ പൂമുത്ത് ഹാജറ. ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂതൂനാരി ഹാജറ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ. വിളിക്കാം. ഇനി നമുക്ക് എ ടീമിൽ നിന്ന് ഒരാൾ വിളിക്കാം. അസ്സലാമു അലൈക്കും. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. കടലിൻ നടുവിൽ പിടയും മനുജന കാവൽ നൽകിയിടും അല്ലാഹു. കരയിൽ നേരിടും ദുരിതങ്ങളെല്ലാം ദൂരെ അകറ്റിടും അല്ലാഹു. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. എന്നോ മരിച്ച് പോയവരോട് മണ്ണോടു മണ്ണായി പുണ്യാളരോട് എന്തെന്ന് തേടണം സങ്കടമോദാൻ, ഓതിയാൽ കൊണ്ടത് എന്തു ഗുണം. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. എല്ലാം അറിഞ്ഞിടും എല്ലാം ഭരിച്ചിടും അല്ലാഹു പോലെ സഹായങ്ങൾ നൽകാൻ. എല്ലാം അറിഞ്ഞിടും എല്ലാം ഭരിച്ചിടും അല്ലാഹു പോലെ സഹായം നൽകാൻ. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. അസ്സലാമു അലൈക്കും. അടുത്തതേ നമ്മളെ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിന് വന്ന് ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി നമുക്കൊരു പാട്ട് പാടിത്തരും. ആദ്യം അവനോട് പേര് പറഞ്ഞുതരും. പേര് പറഞ്ഞോടുതാ. പാടിയിട്ടല്ല
പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തേരില്ല ആ പൂമഹിമ പാതിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്നാരടി മണ്ണിലാണല്ല ആ പൂമുഖം മനസ്സിൽ തെളിയുമ്പോൾ നാവുന്നല്ല. ഉഷാറായില്ലേ? ഉഷാറായില്ലേ? ഉറക്ക പാടി തന്നില്ലേ? ആ ഉറക്ക പാടി എന്തിനാറിയോ? നിങ്ങൾ ഉറക്കൊക്കെ പോകാനാണ്. നിങ്ങൾ കുറേ ആളുകൾ വള്ളമൊക്കെ കുടിച്ചിട്ട് ഉറക്കം അങ്ങനെ തൂങ്ങുന്നുണ്ട്. ആ ഉറക്കൊക്കെ പോകാനാണ് എന്ത് ചെയ്ത് ഉറക്കെ പാടിയത്. പിന്നെ ഇനി ആരും സീറ്റിൽ നിന്ന് എണീക്കാൻ പാടില്ല, മാർക്ക് കുറയും. സീറ്റിൽ നിന്ന് എണീറ്റോടെ മാർക്ക് കുറയും. എ ഗ്രൂപ്പ് നമ്മളെ ഗ്രൂപ്പോടെ ബി ഗ്രൂപ്പ് ഉഷാറായിരുന്നോ? ഇരുന്നോ? ഇരുന്നോ? ബി ഗ്രൂപ്പിൽ ആരൊക്കെ ഇരിക്കാണ്ടല്ലോ? ഇരുന്നില്ലേ? എ ഗ്രൂപ്പ് സെറ്റാണോ? 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 നമുക്കൊരു പുതിയൊരു അങ്കിൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. This is our guest from Saudi Arabia to inaugurate our this Prophet's program. We need to welcome with a clap. Assalamu alaikum. How are you all? I'm glad to be here with you. Thank you. നിങ്ങളെ ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് ശബ്ദം എടുക്കാൻ പറ്റത്തോളം ശബ്ദം എടുത്തിട്ട് അതൊരെന്താക്കണം, ഒരാവേശമാക്കി മാറ്റണം. മനസ്സിലായോ? മനസ്സിലായോ? എന്താ മനസ്സിലായേ? യെസ്, ഞാനിവിടെ ഒരു പാട്ട് പാടി തരും. ഞാനിവിടെ ഓളാക്കണ് പറയണ വേണ്ടാന്ന്. ഞാൻ ഇവിടെ ഒരു പാട്ട് പാടി തരും. പക്ഷേ ആ പാട്ട് അവിടെ ബാക്കിലിരിക്കണ വളണ്ടിയർമാരോ ഉമ്മമാരോ ഇവിടെ നിൽക്കണ ക്യാമറയിൽ നിൽക്കണ ഇക്കാക്കി ആരും കേൾക്കരുത്. ആരും കേൾക്കരുത്. നിങ്ങൾ ഉഷാറില്ല, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. വേണ്ടല്ലോ? വേണ്ട വേണ്ട. എന്നാൽ ആ പാട്ടൊരു കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞ, ഞാൻ ആരും കേൾക്കാൻ പാടില്ല. ഇങ്ങനെ എല്ലാവരും ആ പാട്ടിനിങ്ങനെ കൈയടിക്കണം. ആ പാട്ടിനിങ്ങനെ കൈയടിക്കണം. കാരണം എന്താ അറിയോ? അഥവാ ആ പാട്ട് കേട്ടിട്ട് ഇവിടെ നിൽക്കണ ക്യാമറത്തെ കാക്കയും അതേപോലെ തന്നെ ആ മൈക്കേൻ്റെ ഓപ്പറേറ്ററൊക്കെ ഓടിപ്പോയാലോ? പ്രശ്നമല്ലേ? 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 ആണോ? അല്ലേ? നിങ്ങൾ ഉഷാറില്ല, അതുകൊണ്ട് വേണ്ട. നിങ്ങൾ ഉഷാറില്ല, നിങ്ങൾ ഉഷാറില്ല. എന്നാലും എല്ലാവരും എണീറ്റിക്ക്. ഏത് പാട്ടാ വേണ്ടേ? പാട്ടിന്റെ കണ്ടീഷൻ എന്താ ഞാൻ പറഞ്ഞത്? പാട്ട് പാടുമ്പോൾ കൈയടിക്കണം. പാട്ട് പാടുമ്പോൾ എങ്ങനെ കൈയടിക്കണ്ടേ? പാട്ട് അനുസരിച്ചടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നാ ശരീരമൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാനിവിടെ പാടുന്ന പാട്ട് ഈ സ്റ്റേജിൽ വന്ന് ഒരു കുട്ടി പാടുകയാണെങ്കിൽ 500 രൂപ തരും. എത്ര? 500 രൂപ. എല്ലാവരും സീറ്റിലിരിക്കുക, ആദ്യം സീറ്റിലിരിക്കുക. അപ്പം എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? എന്താ? ഞാൻ ഇവിടെ പാടുന്ന പാട്ട് ആരെങ്കിലും പാടുകയാണെങ്കിൽ എത്ര ഉറുപ്പ്യാണ്? എത്ര? 500 രൂപ. 500 രൂപ നിങ്ങൾ കണ്ടുക്കണോ?
500 രൂപ എങ്ങനെ ഉണ്ടാവുക? വട്ടത്തിലോ? 5 ഉണ്ടാവും, 4 പൂജ്യം, 2 പൂജ്യോ? അല്ല, നിങ്ങൾ സീറ്റിൽ ഇരിക്കണില്ലല്ലേ? ആരും സീറ്റിൽ ഇരിക്കണില്ലല്ലോ. എത്ര പൂജ്യം ഉണ്ടാവുക? 2 അല്ല 4 ആണ്. 2 അല്ല 4 ആണ്. ഉറപ്പാണോ? എന്നാ ആ പാട്ട്, ഞാൻ പാടുന്ന പാട്ട് ഇവിടെ ഒരാൾ വന്ന് പാടില്ല. എത്ര ഉറുപ്പ്യാണ്? എത്ര? അപ്പം ആ 500 ഉറുപ്പ്യ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആ പാട്ട് കേൾക്കണ്ടേ? പക്ഷെ ആ പാട്ട് നിങ്ങൾ ആരെ കേൾപ്പിക്കരുത്? ഇവിടെ നിൽക്കണ ആരും കേൾപ്പിക്കരുത്. നിങ്ങൾ എന്താക്കണം? ഭയങ്കര ആവേശത്തിൽ എന്താക്കണം? അതിന് കൈയടിക്കണം. ഉറപ്പല്ലേ? തുടങ്ങിയ പുകഴ്വാൻ നബി തിരുഗുരുവര തരമിതെ പതിമക്കം വിടുന്നതും അതിശയമേ. പുകഴ്വാൻ നബി തിരുഗുരുവര തരമിതെ പതിമക്കം വിടുന്നതും അതിശയമേ. അണ്ണപ്പെടു സഫറതിൻ കഥ നുവലുകിലതിർപ്പമേ. പൊഞ്ചിരിത്തുതേ പൊന്തരസത്തികതമേ. പകയാർ പകയോട് പരതും കത്തിലിടർബാറായി. ലങ്കിടും ബദറ ലങ്കിടും കമറ തങ്കട ഹിജ്റ പങ്കിടും ജോറ. പങ്കിട് ബദറ ലങ്കിട് കമറ തങ്കട ഹിജ്റ പങ്കിട് ജോറ. പോരു സിദ്ധി കവരാം അരുൾപടി വരവതും കതിറ. പുകഴ്വാൻ നബി തിരുഗുരുവര തരമിതെ പതിമക്കം വിടുന്നതും അതിശയമേ. പുകഴ്വാൻ നബി തിരുഗുരുവര തരമിതെ പതിമക്കം വിടുന്നതും അതിശയമേ. മതിയോ? മുഖവട്ടമേ ബദർഹുദ സുരരാജനുണർവായി മതമോട് ഫറസുമൽ കഥ കേട്ട സൂറക്കത്ത് അരിഗണമായി. മഷക്കത്ത് കേണിപ്പേടെ മത്തിരനപ്പൂവി മണ്ണിൽ മടങ്ങിടും തത്തിരമെത്തിര ഇറങ്ങിടല. നിങ്ങൾ ഉഷാറില്ല കേട്ടോ. അരുളങ്ക് വീളുങ്കേ അകമലർ കാലങ്കേ. അരുളങ്ക് വീളുങ്കി അകമലർ കാലങ്കേ. അമ്പട് കൂടി ഇമ്പമിലാടി എമ്പിടികാത ചൊങ്കണ ഹിജ്റ വാങ്ങിടലായി. അരുളങ്ക് വീളുങ്കി അകമലർ കാലങ്കേ. അമ്പട് കൂടി ഇമ്പമിലാടി എമ്പിടികാത ചൊങ്കണ ഹിജ്റ. ഹക്കം കാത്തി തിക്കടതങ്ങൾ തങ്ങൾ തോളുകളാ. കൊമ്പിട മൂടർ വമ്പൽ കാട് റമ്പുകൾ നോടി ടമ്പുകൾ തേടി അത്തല കണ്ടിട തിത്തല കണ്ടിട മണ്ടിട മന്ത്രകളാ. പുകഴ്വാൻ നബി തിരുഗുരുവര തരമിതെ പതിമക്കം വിടുന്നതും അതിശയമേ. പുകഴ്വാൻ നബി തിരുഗുരുവര തരമിതെ പതിമക്കം വിടുന്നതും അതിശയമേ. അപ്പൊ പാട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഈ പാട്ട് ഇവിടെ വന്ന് പാടുന്നോൽക്ക് 500 റുപ്യ. 1000 ആയിക്കോട്ടെ. ആരാ വരിക? അപ്പൊ നിങ്ങള് രണ്ടാമത്തെ കണ്ടീഷൻ സ്വീകരിക്കണില്ലേ? 1000 വേണ്ടേ? 500 വേണ്ടേ? എന്നാ പാട്ട് മാറ്റി പിടിച്ചണോ? എന്നാ 4 വരിട്ടോ. അന്തി കുന്തി തന്തിരിയ തത്തിപ്പത്തി പന്തിരിയ മുഗൾ പണ്ട് തന്തിരിയ ശുഗൽ പാണ്ടിലേ നാഥൻ കമർ പോണ്ടിലേ. നങ്കൃത സംകൃത തരി തരി സുങ്കൃത സുങ്കൃത തങ്കൃത തരി തരി സുങ്കൃത. ഓടിത്തത്തി തീടവേ മടിത്തത്തി തീടവെന്നു നമ്പ്രൂതന്തടിവേ. അത് അരവടാ പാടൂലേ? ഒന്നൂടെ. എന്താ ഞാൻ പാടിയത്? അറിയില്ല. ഞാൻ എന്താ പാടിയത്? ദഅവത്തണ്ടാരുൾ പാടിയിലേറെ കതിർ മണച്ചൊരി പുത മദർ നബി ഇബ്രാഹിമേതപ്പൊരു തരമോദി തരുൾ തരം മങ്കിടമെങ്ക് പുകന്തു കബർ തിരുതാകൃതാമെങ്ക ചൊങ്കും താകൃതാമെങ്ക. ഒടിത്തതന്തടി മടിത്ത ദഅവ നീ ഇത്മാഇന്ന ഖൽബി. പാടുവോ?
എന്നാ സിമ്പിൾ 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 വേണമെങ്കിൽ നിങ്ങൾ സീറ്റിൽ ഇരിക്കണം. അപ്പം എന്താ പറഞ്ഞ സിമ്പിൾ അല്ലേ? സിമ്പിൾ പോരെ? സിമ്പിൾ പോരെ? അത് നിങ്ങൾ അതെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കുക. അങ്ങേമാരെ നിങ്ങൾക്ക് തീരെ ഒരു ഉഷാറില്ല. എ ഗ്രൂപ്പ് എവിടെ? നിങ്ങൾ അതൊന്നും നോക്കാത്ത നിങ്ങൾ പിന്നെ എവിടെ? മൂപ്പര ഗ്രൂപ്പ്. അത് വേണ്ട, ഞങ്ങൾ ഒഴിവാക്കി. നമ്മളെ ഗ്രൂപ്പ് അവിടെ ബി സൂപ്പർ സ്റ്റാർസുകള്. നിങ്ങളെത്താതൊന്നും ഏറ്റെടുക്കാത്ത 1000 ഉറുപ്പ്യ പറഞ്ഞിട്ട് എന്നോട് സിമ്പിൾ എന്നാലോ? സിമ്പിൾ കേട്ടോ. ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റു. നിങ്ങളെല്ലാവരും 1000 ഉറുപ്പ്യ എന്നോളി കേട്ടോ. എല്ലാവരും 1000 ഉറുപ്പ്യ തരണം. പറ്റിയോ? എന്നാ സിമ്പിള് പതുക്കണോ? ചെങ്കുറ്റ സുരപൂരി മുന്തും ചിങ്കും ചിന്തൽ ഫലൽ ലംഘിടും തിക സർഗത്താനം തങ്കാര തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും തങ്ക തികവോട് സൂനം ഹഷിതാനം വെങ്കിലദീപ്പം മീനിപ്പും ചങ്കുതൊടിപ്പും മീടിപ്പും റങ്കിലദീപ്പം മീടിപ്പും ചങ്കുതൊടിപ്പും മീടിപ്പും എങ്കും പുളപ്പും തിമുർപ്പും ചൊടിച്ചൊസാരം സുഖസുരതരമാ മിക പൊരിഹരമാ സുഖസതരമാ മിക പൊരിഹരമാ ഷജർ ഹജർ സലാമാ ഷറഫുടെ മക്കാമാ സർഗതാനം. ഇത് സിമ്പിൾ പാടി എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? അറബി പാട്ട് വേണം പോലും. അറബി അറിയില്ല. അറബി ആയിക്കോട്ടെ. അറബി ഞാനൊരു പാരഗ്രാഫ് പാടും. നിങ്ങൾ അവിടെ വന്നിട്ട് കറക്റ്റ് പാടി തരണം. പറ്റിയോ? ഓക്കേണോ? സിമ്പിൾ ആയിക്കോട്ടെ. ദല്ലനാവ ദല്ലനാവ ജല്ലനാവ ഹല്ലന. പറ ദല്ലനാവ. ഉറക്കെ പാടിയാ മതി. ലിക്കുറുക്കൽ ജലീലോ. തെറ്റാണ്. എല്ലാ സീറ്റ് വരുന്നോളി. കഴിഞ്ഞു. ഞാൻ പോവാണ്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. 1000 രൂപ ഇവിടെ തന്നിട്ട് പോയാൽ മതി. എല്ലാവരും 1000 രൂപ തന്നിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പോവാണ്. നിങ്ങൾക്കറിയില്ല. പിന്നെ ഒരു കാര്യം പറയണ്ട. എല്ലാവരും ഒരു സീറ്റിലേക്ക് ഒരു കാര്യം പറയണ്ട്. നിങ്ങളെ കയ്യിക്ക് ഒരു സാധനം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെ കയ്യിക്ക് ഒരു സാധനം വരുന്നുണ്ട്. പക്ഷേ സീറ്റിൽ ഇരുന്നവർക്ക് മാത്രം ആ സാധനങ്ങൾ എന്തേക്കണം? പൊന്തിച്ച് പിടിച്ചിട്ട് നമ്മളെ ബട്ടർഫ്ലൈ ഉണ്ടോ? ഈ 2 ബോർഡ് കണ്ടോ? എല്ലാവരും ഈ ബട്ടർഫ്ലൈസ് നമുക്ക് നേരെ ചൂണ്ടണം. ബി ടീം എല്ലാവരും ഈ ബട്ടർഫ്ലൈസ് നമുക്ക് ചൂണ്ടി നിൽക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്കൊരു പിക്ക് എടുക്കണം. എന്ത് പിക്ക്? എന്താ സാധനം? ഫോട്ടോ എടുക്കണം. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ നമ്മൾ കാണണ്ടേ? എങ്ങനെ? ഫോട്ടോത്തിൽ കാണണ്ടേ? നമ്മൾ പത്രത്തിലൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ ആവൂലേ? അപ്പം നമ്മൾ ഫോട്ടോ എടുക്കല്ലേ? അപ്പം എല്ലാം കിട്ടിയാലെല്ലാവരും സീറ്റിൽ ഇരുന്നിട്ട് അതിങ്ങനെ പൊന്തിച്ചു പിടിക്കുക. എല്ലാവരും സീറ്റിലേക്ക് വരുന്നുണ്ടോ സാധനം? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയവരെല്ലാവരും ഇരിക്കുക. എ ഗ്രൂപ്പ് കിട്ടിയവരിരിക്കുക. ബി ഗ്രൂപ്പ് കിട്ടിയോളിരിക്കുക. കിട്ടിയോളിരുന്നിട്ട് പൊന്തിച്ചിട്ട് ക്യാമറയ്ക്കല്ല നോക്കണ്ടേ? എങ്ങോട്ടാ നോക്കണ്ടേ? ബി ഗ്രൂപ്പ് എങ്ങോട്ടാ നോക്കണ്ടേ? ബട്ടർഫ്ലൈസ്ക്ക്. എ ഗ്രൂപ്പ് എങ്ങോട്ടാ നോക്കണ്ടേ? ഈ ബട്ടർഫ്ലൈസ്ക്ക്. ഓക്കെ? ഇരുന്നിട്ട് ബാക്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ സീറ്റിലിരിക്കുക. എന്നാലേ വരുള്ളൂ. എല്ലാവർക്കും കിട്ടിയ ഈ സാധനം ഇതെന്താണ്? പൂവാണ്. മനസ്സിലായി? എന്ത് പൂവാണ്? സൂര്യകാന്തിയാണത്. സൂര്യകാന്തിയാണോ? ആയിക്കോട്ടെ. എന്നാലേ നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ ക്ലാസ്സിന് ഇരുന്നില്ലേ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വൈകുന്നേരം വരെ കിട്ടിയത്? രാവിലെ വെള്ളം കിട്ടി, കടി കിട്ടി, ഉച്ചക്ക് ബിരിയാണി കിട്ടി അല്ലേ? അതാണോ? സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലേ? കിട്ടാൻ ഇനി പോകണുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സമ്മാനങ്ങൾ വേണ്ടേ? സമ്മാനം വേണ്ടോളി സീറ്റിലിരിക്കുക. നിങ്ങളിന്ന് ചിത്രമൊക്കെ വരച്ചില്ലേ? കുറേ
അതൊക്കെ വേറെ ഇക്കമാർ നോക്കുന്നുണ്ട്. ഓലവിടെ ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് അതാരാണ് അതിലെ വിജയി എന്ന് നോക്കുകയാണ്. അപ്പം നമുക്കേ നിങ്ങൾ വൈകുന്നേരം വരെ ക്ലാസ്സിനിരുന്നു, കുറേ കാര്യങ്ങൾ കേട്ടു അല്ലേ? കുറേ കാര്യങ്ങൾ കേട്ടില്ലേ? ഒന്നാമത്തെ നമ്മളെ ക്ലാസ് ആരായിരുന്നു? അംജദ് അങ്കിളല്ലേ അല്ലേ? അംജദ് അങ്കിൾ എന്താ വിഷയം പറഞ്ഞത്? ഉപ്പാനെയും ഉമ്മാനെയും കേൾക്കരുത്, അനുസരിക്കണം. ഓക്കെ, അംജദ് അങ്കിൾ ഒരു പാട്ട് പഠിപ്പിച്ചെന്നില്ലേനോ? ആ പാട്ട് ഇവിടെ വന്നിട്ട് ഉറക്കെ ആരാണ് പാടിത്തരാ? ഇവിടെ വന്നിട്ട് ഫുള്ള് പാടണം. ആ പാട്ട് ഫുള്ള് അംജദ് അങ്കിൾ പഠിപ്പിച്ചെന്ന പാട്ട്. ആര് പഠിപ്പിച്ചെന്നത്? അംജദ് അങ്കിള് എത്ര പാട്ട് പഠിപ്പിച്ചെന്നു? ഒരു പാട്ടല്ലേ? ആരെ പറ്റിയിട്ട്? ഉപ്പാനും ഉമ്മാനും പറ്റിയിട്ടില്ലേ? ആ പാട്ട് ശരിക്ക് കേട്ടോളിട്ടോ. ആ പാട്ട് ഇവിടെ വന്നിട്ട് ഏത് പാട്ടാണ്? വേറെ ഏതെങ്കിലും പാട്ടാണോ? അല്ല, അംജദ് അങ്കിൾ പഠിപ്പിച്ചെന്ന പാട്ട് ഇവിടെ വന്നിട്ട് ആരാ പാടുക? വാ, ഒരു കുറേ നേരം കൈ വന്നിക്കണം. വാ, എ ഗ്രൂപ്പിൽ നിന്ന് ഒരു മഹാവ്യക്തിത്വത്തിൽ വരുന്നുണ്ട് അല്ലേ? എല്ലാരും ഒന്ന് കൈയടക്കി. ആ കുട്ടി വരുന്നില്ലേ? എ ഗ്രൂപ്പ് പവറാക്കി. അല്ല, എ അല്ല, ബി ഗ്രൂപ്പ്, സോറി. വാ. അസ്സലാമലൈക്കും. എൻ്റെ പേര് ഹാദിയ ജാസിർ. എൻ്റെ പേര് ഉസ്ന ഫാത്തിമ. ഇഷ്ടമോടെ അനുസരിക്കും എൻ്റെ ഉമ്മയെ, കരുണയോടെ പരിചരിക്കും എൻ്റെ ഉപ്പയെ, പ്രാർത്ഥനയിലെന്നും ഓർക്കും എൻ്റെ ഉപ്പയെ, നന്മയേറെ നോക്കി തന്ന എൻ്റെ ഉമ്മയെ. മാഷാ അല്ലാഹ്. ഓലാദ്യം രണ്ടാള് പോലി സമ്മാനം വേണ്ടേ? ആദ്യം അവരെന്താക്കി? കൈവന്തി. ഇനി ചോദ്യങ്ങൾ വരുന്നുണ്ട്. സീറ്റിലിരുന്നാൽ മാത്രം വരുള്ളൂ. സീറ്റിലിരുന്നാല് മാത്രം വരുള്ളൂ. അപ്പൊ അവലെന്ത്? അപ്പം ഈ രണ്ടാള്. അപ്പൊ ഞാൻ ഇനി അടുത്ത ചോദ്യങ്ങൾ എന്താ അറിയോ? ആ ക്ലാസ്സിൽ എടുത്ത ഉസ്താദ് പറഞ്ഞ അങ്കിളുമാര് പറഞ്ഞ ചോദ്യങ്ങൾ അഞ്ഞ് ചോദിക്കാം. അതിന് ആൻസർ പറഞ്ഞാൽ എന്താ സമ്മാനം അറിയോ? ഇതെന്താ സാധനം അറിയോ? അടുത്ത ചോദ്യമാണ്. സീറ്റിൽ പോയിരിക്കുന്നവർക്ക് മാത്രം ചോദിക്കുള്ളൂ. അടുത്ത ചോദ്യം എന്താ അറിയോ? അംജദ് അങ്കിൾ ക്ലാസ് എടുത്തപ്പം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിരുന്നു. അതല്ല ക്വസ്റ്റ്യന്. ഇവിടേക്ക് വന്നവർക്ക് പിന്നെ സമ്മാനമല്ല, ഓലോട് ചോദ്യം ചോദിക്കൂല. ഓൾക്ക് സമ്മാനമല്ല, ചോദ്യം ചോദിക്കൂല. ഇവിടെ വന്നവർക്ക് എന്തുണ്ടാവില്ല? ചോദ്യം ഉണ്ടാവില്ല, സമ്മാനം ഉണ്ടാവില്ല. അപ്പം അംജദ് അങ്കിൾ എന്താണ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചെന്നാ പ്രാർത്ഥന? റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. ഓക്കെ, അതാണ് എന്ത് പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരായത്താണ്. ആ പ്രാർത്ഥന ഒരായത്താണ്. ആ ഏത് സൂറത്തിലാണ്? സൂറത്ത് ഷംസ് ആണ് പോലും. സൂറത്തു റഹ്മാനാണ് പോലും. ഞാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഏതാ? ഉറക്ക പറഞ്ഞോ. ആ മൈക്കൊന്ന് കൊടുക്കോ അവിടെ പുറത്തേക്ക്. സൂറത്തു യാസീൻ ആണ് പോലും. കൈ വന്നിച്ചാൽ മതി. ഇരുന്ന് കൈ വന്നിച്ചാൽ മൈക്കങ്ങൾ അടുത്തെത്തും. ഇരുന്ന് കൈ വന്നിച്ചാൽ മതി, മൈക്കങ്ങളെ കയ്യിലെത്തും. ഇരുന്ന് കൈ പൊന്തിച്ചാൽ മൈക്കങ്ങളെ കയ്യിലെത്തും. ആ അവിടെ പറയണ്ടേ? സൂറത്തുൽ ബഖറ ആണ് പോലും. ഇനി ആരെങ്കിലും ഉണ്ടോ? അത് അവിടെ ഞാൻ വരാം.
സൂറത്തുൽ ഇസ്രാ. സൂറത്തു ഇസ്രാ. ഇസ്രാ. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. വാ, സൂറത്തുൽ ഇസ്രാ ആണത്. അംജദങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആ പ്രാർത്ഥന പഠിച്ചില്ലേ? പഠിച്ച്. പക്ഷെ ആ സൂറത്ത് ഏതാണ്? ഏതാണ്? സൂറത്തുൽ ഇസ്രാ. ഇനി അടുത്തത്. അപ്പം ഏത് അപ്പൊ സൂറത്തുൽ ഇസ്രാ ആൻസർ. അപ്പൊ അതവിടെ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അവിടെ. അപ്പൊ സൂറത്തുൽ ഇസ്രായിലാണ് ഏതായത്? വഖലാ റബ്ബുക അല്ലാ തഅബുദു, അറിയോ? ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, ല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ടാണ് വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അപ്പം സൂറത്തുൽ ഇസ്രായിലാണ് എന്ത് ആ ആയത്തുള്ളത്. ഈ സൂറത്തുൽ ഇസ്രാ നമ്മളെ ഖുർആനിൽ എത്രാമത്തെ അധ്യായം അറിയോ? ഒന്നാമത്തെ അധ്യായം ഏതാണ്? ഫാത്തിഹ. രണ്ടോ? ബഖറ. മൂന്നോ? മാഇദ ആണോ? ആലിംറാൻ അല്ലേ? ആലിംറാൻ. നാലോ? നിസാ. മാഷാ അല്ലാഹ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? അഞ്ചോ? മാഇദ. അങ്ങനെ പോവില്ലേ? അപ്പൊ അതൊന്നല്ല ക്വസ്റ്റ്യന്. അപ്പൊ ഇസ്രാ എത്രാമത്തെ അധ്യായാണ്? ആരാ ഫസ്റ്റ് കഴിഞ്ഞു? അവിടെ ആ വാ, കറുപ്പ് ഷർട്ട് അവിടെ മൈക്ക് കൊടുക്കി. കറുപ്പ് ഷർട്ട് അതന്നെ നിങ്ങളെ നേരെ മുമ്പില്. 23. ശരിയാണോ? അല്ല, നമുക്ക് ഒന്നുകൂടെ നോക്കാം. 23 പറഞ്ഞു. ഓക്കെ. അവന്റെ പേരെന്തേനി? പേര് ഇസാൻ. പറഞ്ഞു. ആ, 23 പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ അതിന്? അതാണ് അവിടെ ബാക്കിൽ ഒരാൾ കഴിഞ്ഞിരിക്കണേ. 6. 6. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ആ, അവിടെ 17. പിന്നെ മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. വാ, അപ്പൊ എത്രാമത്തെ അധ്യായാണത്? 17ാമത്തെ അധ്യായാണ്. ഏത്? സൂറത്തു ഇസ്രാ എന്നുള്ളത് ല്ലേ? എത്രാമത്തെ അധ്യായാണ്? 17ാമത്തെ അധ്യായാണ്. എന്ത്? സൂറത്തുൽ ഇസ്രാ. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താ അറിയോ? കളർ കൊടുത്തതിന് സമ്മാനം വരും. അവരിങ്ങനെ നോക്കുകയാണ് നിങ്ങൾക്ക് ആർക്ക് ഫസ്റ്റ് കൊടുക്കണം. എല്ലാവരും ഒരേപോളാണ് അടിച്ചണ് വിട്ടിക്കണ് കളർ. ഒരു നോക്കണ്ട കേട്ടോ. നോക്കിയിട്ട് ജഡ്ജിമാരെന്താകും തീരുമാനിച്ചാൽ നമുക്ക് റിസൾട്ട് തരും. ഞാനിവിടെ പ്രഖ്യാപിക്കും. അപ്പം ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താ അറിയോ? അപ്പൊ എത്രാമത്തെ അധ്യായാണ്? 17ാമത്തെ അധ്യായാണ്. ഏത്? സൂറത്തുൽ ഇസ്രാ. അതിലെത്രാമത്തെ ആയത്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. 42 പോലും. സീറ്റിൽ അതവിടെ ഒരു കുട്ടി സീറ്റിലിരുന്നാൽ അവിടേക്ക് മഴക്ക വരും. 48. ഓ, അടുത്തൊരാൾ കൂടി ഒരു ചാൻസ് കൂടി കൊടുക്ക. അടുത്താക്ക്. ഇതവിടെ നിങ്ങളെ ബാക്കില് 10. ഇതാക്കണം അവിടെ. 18 പോലും. അടുത്തത് ഇവിടെ ഉണ്ട്. 42. സീറ്റിലിരുന്നാ മാത്രം വരുള്ളൂ. സീറ്റിലിരുന്നാല് മാത്രം വരുള്ളൂ. അപ്പൊ സീറ്റ് പോയിരിക്കണം. പറയും 7 പോലും. 7 പറയും 20 പോലും. ഐഷ് പോയി. 32 പോലും. 32 അല്ല. 3. 49. 24.
24. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. 24 വാ. 24 അവിടെ പറഞ്ഞു. അപ്പൊ എത്രാമത്തെ ആയത്താണ്? 24. സീറ്റിലിരിക്കണം. നിങ്ങൾക്കേ ഐസ്ക്രീമിന്റെ പകരം ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെക്കാൾ വേറൊരു സാധനമാണ് തരുന്നത്. എന്താണ്? ചോക്കോബാറല്ല, തണുപ്പില്ലാത്ത സാധനം, ഭയങ്കര ടേസ്റ്റാ. ഇനി അഥവാ ഐസ്ക്രീം എന്നിട്ടേ നിങ്ങൾക്ക് ജലദോഷം വന്നാൽ നിങ്ങളെ വാപ്പി ഇങ്ങോട്ട് വരും, എന്റെ മോൻ ഐസ്ക്രീം കൊടുത്തൂല്ലോ ചോദിച്ചെന്താ കാട്ടുക? അപ്പൊ ഒരു കേക്ക് കഴിച്ചാലോ? ഇഷ്ടാണോ? ഇഷ്ടാണോ? എന്താ ഇപ്പൊ ഇഷ്ടമല്ലാത്തല്ലേ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യന് ചോദിക്കട്ടെ 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 ഈ സമ്മാനമൊക്കെ നിങ്ങൾക്കില്ലതാണ്. അപ്പൊ നമ്മള് സൂറത്തുൽ ഇസ്രാ എത്രാമത്തെ അധ്യായാണ്? 17ാമത്തെ അധ്യായാണോ? ആണ്. അതിൽ എത്രാമത്തെ ആയത്താണ്? 24. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ അറിയോ? നമ്മൾ 2ാമത്തെ ക്ലാസ് ആരാണ് എടുത്തത്? സീറ്റിലിരുന്നവർക്ക് മാത്രം ഇവിടെ ഉത്തരം പറയാനേക്കുള്ളൂ. സീറ്റിലിരുന്നവർക്ക് മാത്രം. നമ്മൾ 2ാമത്തെ ക്ലാസ് ആരെടുത്ത? ഞാനൊന്നല്ല. 2ാമത്തെ ക്ലാസ് ആരെടുത്ത്? ആരുല്ലേ? അവിടെ ഒരു കുട്ടി കഴിയും ഉദ്ദേശിക്കണേ പറയേ. ഷഫീഖ് സാറാണോ 2ാമത്തെ ക്ലാസ്? ആണോ? 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 ആണ്. വാ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ അങ്കിൾമാര് പേരൊക്കെ പറഞ്ഞ് പഠിച്ചു വെക്കണ്ടേ നിങ്ങൾ എന്താ ആളുകളാണ്? അപ്പൊ 2ാമത്തെ ക്ലാസ് ആരെടുത്തേ? ഷഫീഖ് അങ്കിൾ. അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. അതൊക്കെ ചോദിക്കൂടെ? മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. പേര് പറയും. ഫാത്തിമ അഷ്മി. കൊണ്ടോട്ടി. കൊണ്ടോട്ടിന്ന്. ആരാണ്? ഫാത്തിമ അഷ്മിലെ മലപ്പുറംകാരിയാണ്, നമ്മളെ നാട്ടുകാരി. അതാണ് അങ്ങനെ. പിന്നെ ഒരു ചോദ്യം, ആരാണ് നമുക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞേ? ഷഫീഖ് സാറ്. എന്ത് വിഷയത്തെ പറ്റിയിട്ടാണ് ക്ലാസ് എടുത്തത്? നബിയെ കുറിച്ച്. നബിയെ കുറിച്ച്. അതല്ല ചോദ്യം, നബിനെ കുറിച്ചാണ് എടുത്തത്. ഓക്കെ, ഇരിക്ക്. അതില് ഷഫീഖ് സാറ് ഒരു 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എത്ര? 4 പോയിന്റ്. ആ 4 പോയിന്റ് തെറ്റാതെ വന്ന് ഇവിടെ പറഞ്ഞവർക്ക് 2 സമ്മാനാണ്. വാ. ഷഫീഖ് സാറ് പറഞ്ഞ 4 പോയിന്റ് കേട്ടോ. ഷഫീഖ് സാറ് ഫസ്റ്റ് പറഞ്ഞത് നമ്മളൊരു യാത്ര പോകുകയാണ് എന്നാണ്. പിന്നെ ഇമ്മാനോടും വാപ്പാനോടും പറയാൻ പറഞ്ഞു. പിന്നെ ഫ്ലൈറ്റ് കയറി. പിന്നെ സൗദി അറേബ്യ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. അവിടുന്ന് ബസ് കയറി. പിന്നെ മക്ക ക്ലോക്ക് ടവർ അവിടേക്ക് പോയി. പിന്നെ കാബയിലേക്കും പോയി. സംഭവം പറഞ്ഞത് എന്താണ്? ഷഫീഖ് സാറ് പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ അതല്ല ചോദ്യം, അതല്ല. ഷഫീഖ് സാർ ഇവിടെ 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ 4 പോയിന്റ്സുകൾ. വാ, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ബി ഗ്രൂപ്പ് ഇങ്ങനെ കാണിക്കണ്ടോ? ഫസ്റ്റ് കുറച്ച് സാധനങ്ങൾ എടുത്തു. പിന്നെ ഫ്ലൈറ്റിൽ കയറി. അതല്ല ചോദ്യം. ചോദ്യം അതല്ല. ഇവിടെ ഒരു 4 പോയിന്റ്സോ നിങ്ങളുടെ LED-യിലിട്ട് ഇങ്ങനെ കാണിച്ചു തന്നീനി. ആ ഒരു സാധനമാണ് എന്താക്കിയത്? ചോദിച്ചത്. ചോദ്യം മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായില്ലേ? പറയൂ.
കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് നല്ല ഇഷ്ടമാണ്. അതേമാതിരി നബിക്കും കുട്ടികളെ നല്ല ഇഷ്ടമാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ കുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്നെയും കളിക്കാൻ കൂട്ടുമെന്ന്. അപ്പോൾ അവരുടെ അമ്പ് ചെയ്ത് കളിക്കാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു ടീമിൽ പോയപ്പോൾ ഞാൻ ഈ ടീമിലാണ് പറഞ്ഞപ്പോൾ മറ്റേ ടീം പറഞ്ഞു, എന്നാൽ ഞാൻ കളിക്കാറില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോയപ്പോൾ അവിടെ കുട്ടികളുണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തല തടവി കൊടുത്തു. പിന്നെ കവിളിൽ ഇങ്ങനെ തടവി കൊടുത്തു. പിന്നെ ഒരു കുട്ടി വലുതായിട്ട് പറഞ്ഞു, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിന് നല്ല സോഫ്റ്റ് ആയിരുന്നു എന്ന്. മാഷാ അല്ലാഹ്, ഓന് ക്ലാസ്സാ പറഞ്ഞത്, അതൊന്നല്ല ഇവിടെ ഞാൻ ചോദിച്ചത്. അതല്ല ചോദിച്ച ചോദ്യത്തിന് നേരെ എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ഒരു മുട്ടായികൾ കൊടുക്കണ്ടേ? ഓൻ ഹദീസൊക്കെ പറഞ്ഞു. കഥൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. സീറ്റിൽ ഇരിക്കണവർക്ക് മാത്രമേ ഉള്ളൂ എന്ത് സമ്മാനം. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ, പെട്ടെന്നാണ്. ആരാ ഫസ്റ്റ് കഴിഞ്ഞ് എത്തിക്കണവർക്ക് ഓൽക്കാണ് സമ്മാനം കേട്ടോ. ഇവിടെ വെക്കണ വാളണ്ടിയർമാരൊക്കെ നോക്കണം ആരാണ് ഇനി രക്ഷിതാക്കളുടെ ആരാണ് ഫസ്റ്റ് കഴിഞ്ഞ് എത്തിക്കണ നോക്കണം. അപ്പം ചോദിക്കട്ടെ, സ്പോട്ടിൽ ആൻസർ പറയണം കേട്ടോ. മൈക്കൊക്കെ റെഡിയല്ലേ? നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം അവിടെ എന്താ ചർച്ച വന്നത്? ഖലീഫകൾ ആണല്ലേ? അത് ഒന്നാമത്തെ ഖലീഫ ആരാണ്? ചോദ്യമല്ല, ഞാൻ ചോദിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ്. രണ്ടാമത്തെ ഖലീഫ എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ഖലീഫ എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നാലാമത്തെ ഖലീഫ എന്താണ്? അലി റളിയല്ലാഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് വിളിച്ചിരുന്നു. അബൂബക്കറിനെ എന്താ വിളിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ വിളിച്ചത്? സിദ്ദീഖ്. ഉമറിനെ എന്താ വിളിച്ചത്? ഫാറൂഖ്. അങ്ങനെ അലി റളിയല്ലാഹുവിനെ ഒരു പേര് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ സീറ്റിൽ ഇരുന്നോളൂ മാത്രം ഞാൻ ആൻസർ കേൾക്കൂല. ഞാൻ സീറ്റിൽ ഇരുന്ന് കൈ ഒന്നിച്ചിടണ മാത്രം, അവിടെ ഒരു കുട്ടി കൈ ഒന്നിച്ചിക്കണേ. ആരില്ലേ ഉണ്ടോ? ആരല്ലേ? അൽ അമീനാണ് പോലും. അൽ അക്ബർ. മാഷാ അല്ലാഹ്. അതല്ല, വെറുതെ കൈ എന്തിക്ക. അൽ അമീൻ ആരെ പേരടാ? നമ്മളെ നബിന്റെ പേരല്ലേ ചോദിച്ചേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ ഒരു പേരിൽ വിശേഷിപ്പിച്ചിരുന്നു എന്നാണ്. ജലിയ ഉണ്ടോ അവിടെ? ജലിയ. സീറ്റിൽ നിന്നോളോട് മാത്രം ചോദിക്കോളൂ. ഞാൻ അതിൻ്റെ ഒരു മലയാള വേർഡ് പറയട്ടെ. മലയാളം അറിയോ? പൂച്ചകളെ ഇഷ്ടപ്പെടുന്നതാണ് അബൂ തുറാബോ? അത് വേറൊരു പേര്. മാഷാ അല്ലാഹ്, അതായിക്കോട്ടെ, പ്രശ്നമില്ല. ഞാൻ ഉദ്ദേശിച്ച ചോദ്യം അതല്ല. അബൂ തുറാബ് എന്ന് വിളിച്ചിരുന്നു അല്ലേ? പക്ഷെ അതല്ല, വേറൊരു പേര് വിളിച്ചിരുന്നു. ഞാൻ അതിന്റെ മലയാളം പറഞ്ഞുതരാം. മലയാളം എന്താ അറിയോ? സിംഹം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അപ്പേ നിങ്ങൾ ഇതുവരെ കാത്തു നിന്ന നിങ്ങളെ കളറിങ്ങിന്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സീറ്റ് ഇരുന്നോളി, എല്ലാവരും ഇരുന്നോളി. അപ്പം ഇതില് 20 വിജയികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. 20 വിജയ്. ഒരാൾ സ്റ്റേജ് മുഖ വരുമോ? വരാൻ പറ്റുമോ? അവിടെ നിന്നോ? 20 വിജയികളാണ് കേട്ടോ. ഒരാൾക്ക് സ്റ്റേജ് മുഖ വരാൻ പറ്റുമോ?
സീറ്റിലിരുന്നോളൂ. നിങ്ങളെ വിളിക്കാണ്. ആരെ വിളിക്കുക, എവിടെ വിളിക്കോന്ന് അറിയില്ല. നിങ്ങൾ എത്ര ആൾക്കാരുണ്ട്? 300. എന്നാലേ സീറ്റിലിരിക്കി, സീറ്റിലിരിക്കി, സീറ്റില് ഇരിക്കി. ഒന്നാമത്തെ വിജയി മുഹമ്മദ് സുഫിയാൻ വിയൻ, എ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് ബാ. മുഹമ്മദ് സുഫിയാൻ വിയൻ, എ ഗ്രൂപ്പ്. ഇനി രണ്ടാമത്തെ വിജയാണ് അസ്ഹർ, എ ഗ്രൂപ്പ്. അസ്ഹർ, എ ഗ്രൂപ്പ്. മൂന്നാമത്തെ വിജയാണ് ഷഹനാസ്. ഷഹനാസ് എവിടെ? ഷഹനാസ്. ഷഹനാസ്, എ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് ഇല്ലേ? അഷ്ലി മറിയം. അഷ്ലി മറിയം ഉണ്ടോ? പിന്നെ തെനീം. തെനീം, തെനീമോടെ തെനീം. ഫാത്തിമ അഷ്മി. ഫാത്തിമ അഷ്മി എവിടെ? എവിടെ ഫാത്തിമ അഷ്മി? ഹാദിയ ജാസിർ. ഹാദിയ ജാസിർ ഇല്ലേ? മെഹർ, എ ഗ്രൂപ്പ്. മെഹർ, എ ഗ്രൂപ്പ്. മെഹർ പെട്ടെന്ന് വാ. ഫവാസ് ഷബീൽ. ഫവാസ് സബീൽ, എം എ, എ ഗ്രൂപ്പാണ്. ഫവാസ് സബീൽ ഉണ്ടോ? ഫവാസ് സബീൽ ഇല്ല. സോറി കേട്ടോ, ഫവാസ് അല്ല, ഫൗസ സബീലാണ്. സോറി. ഇനി അടുത്ത അസ്ഫ. അസ്ഫ, അസ്ഫ. അസീൽ. അസീൽ. അസീലുണ്ട്, അസീൽ. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. സഹ്റ ഫാത്തിമ, ബി ഗ്രൂപ്പാണ്. സഹ്റ ഫാത്തിമ. അംന അംജദ്. അംന അംജദ്. അംന അംജദ്. റയാൻ മൻസൂർ. റയാൻ. ഫൗസാൻ. ഫൗസാൻ. ആസിയ ബിൻത്ത് സക്കരിയ. ആസിയ ബിൻത്ത് സക്കരിയ. മഹറി. മഹറി. മഹറിണ്ടോ? എ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ്. ഈ ഒരു ചിത്രം ആരുടെ അറിയോ? ബി ഗ്രൂപ്പാണ്. ബി ഗ്രൂപ്പാണ്, അറിയോ? ഇല്ല. ആയിഷ ജസ. ഈയാണോ? ഓള് നോക്കട്ടെ. എൻ്റെ പേരെന്താ? പേരെന്താ പറയേ? അവല്ല, നെയ്ബറാണോ? മെഹറിൻ. ആ ഓക്കെ, വാ. ഓൾ കൊടുക്കണം കേട്ടോ, നെയ്ബറിന് കൊടുക്കണ സമ്മാനം. ആയിഷ ജസ.
ആയിഷാൻ. ഐഹാൻ. അത് ഐഹാൻ. ഐഹാൻ പോയോ? ഇല്ലേ? മുഹമ്മദ് സുഫിയാൻ. നായിൽ റിസ്വാൻ. ആകത്ര കുട്ടികളുള്ള ഈ കുട്ടികളാണ് അതിഭയങ്കരമായ രസത്തിൽ വരച്ചത്. അത് വിചാരിച്ച് നിങ്ങൾ വരച്ചത് രസമല്ലാന്നല്ല, പക്ഷെ നമുക്കൊരു മത്സരമാകുമ്പോൾ എത്ര ആൾക്കാരല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുക? അല്ലേ? ആണോ? അല്ലേ? ആണ്. എന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻക്ക് പോവല്ലേ? നല്ലൊരു സീറ്റ് ഇരിക്കും. ഐസ്ക്രീം വരുന്ന വരെ ക്വസ്റ്റ്യനാ. അല്ല, ഈ കുട്ടിക്ക് കസാലല്ലേ ഇരിക്കാനെന്ന് അവ കൊടുത്താണ് ഒരു കസാല. അങ്ങനെ ചെല്ലേ ആ കാക്കാൻ തന്നോ. എന്നാ അടുത്ത ചോദ്യം ഉണ്ടോ? അപ്പൊ നമ്മളെ അലി റളിയല്ലാഹുവിനെ എന്താ വിളിച്ചത് നബി? അബൂ തുറാബിലെ, അങ്ങനെയല്ലോ പറഞ്ഞത്. അതേപോലെ തന്നെ അസദുള്ള. നമ്മൾ നാലാമത്തെ ഖലീഫ അല്ലാത്ത മൂന്നാമത്തെ ഖലീഫന്റെ പേരെന്താണ്? ഉസ്മാൻ റളിയല്ലാഹുവിനെ എന്താ വിളിച്ചത്? ഉസ്മാൻ റളിയല്ലാഹുവിനെ എന്താണ് വിളിച്ചത്? അവിടെ വാ, പെട്ടെന്ന് വാ. ദുന്നൂറൈൻ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. സ്പോട്ടിൽ ആൻസർ പറയണം. സ്പോട്ടിൽ ആൻസർ പറഞ്ഞാല് സമ്മാനാണ്. ഇനി ഐസ്ക്രീം വരുന്നുണ്ട് കേട്ടോ, എല്ലാരും മേടിച്ച് കഴിച്ചോളി. ആ ദുന്നൂറൈന് എന്തിനാണ് വിളിച്ചത്? നബിയുടെ 2 മക്കളെ വിവാഹം കഴിച്ചു. യെസ്, നബിന്റെ 2 മക്കളെ വിവാഹം കഴിച്ചിട്ടില്ലേ? ഇനി ആ 2 മക്കളെ പേര് ആർക്കാണ് അറിയാ? വാ, സ്റ്റേജ് മുഖ. നബിന്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച ആ 2 മക്കളെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ആ 2 പെൺകുട്ടികളെ ആരെ കല്യാണം കഴിച്ച്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താ നബി വിളിച്ചത്? ദുന്നൂറൈൻ. ആ 2 മക്കളെ പേരെന്താണ്? അല്ല, ഇനി ആരെങ്കിലും ഉണ്ടോ? വാ 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 വാ, പെട്ടെന്ന് വാ. ആ മൈക്കൊണ്ട് ഒരാൾ അവിടെ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? പെട്ടെന്ന് സ്റ്റേജ് നമുക്ക് വാ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ബോക്സ് തന്നെ കൊടുക്കണം അവൾക്ക്, 2 മഞ്ചും ബോക്സും. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ? ഇത് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുന്നോണ്ട്, കുറച്ച് കഷ്ടപ്പെടും. നമ്മൾ മദ്രസയിലൊക്കെ ആദ്യം എവിടെ കൊണ്ടുപോയാ ചേർത്തുക? എവിടെ ചേരുക? എവിടെ ചേർത്തുക? പറയ്. UKG-ലോ? ഒന്നിലോ? അംഗനവാടിയിലല്ല, മദ്രസയിൽ. എത്രാം ക്ലാസ്സിൽ ആദ്യം ചേർക്കുക? 1. കസാലേന്ന് എണീറ്റവർക്ക് ഐസ്ക്രീമും ഇല്ല, സമ്മാനവും ഇല്ല. ഓക്കെ, അപ്പൊ 1-ാം ക്ലാസ്സില് നമ്മൾ ആദ്യം ചെന്നപ്പോ പഠിച്ചെന്താണ്? അറബി അക്ഷരമാല എത്ര ഉണ്ട്? എവിടെ? ഇവിടെ അറബി അക്ഷരമാല എത്ര ഉണ്ട്? വാ. 28. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. വാ, ഐസ്ക്രീം കൊണ്ടുവന്ന് അതൊക്കെ എന്നാ മതി, വേണ്ടേ? അടുത്ത ചോദ്യം, സ്പോട്ടിൽ ആൻസർ പറയണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ? റെഡിയല്ലേ? ആദ്യം കൈയൊക്കെ നാളെ പരിഗണിക്കുള്ളൂ. ഓക്കെ? എഴുന്നേറ്റ് നിൽക്കണവർക്കൊന്നും കൊടുക്കൂല, കൈ പൊക്കുന്നവർക്ക് മാത്രം ഇരുന്നിട്ട്.
നമ്മളെ ഇവിടെ ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ പേര് ആർക്കൊക്കെ അറിയാം? ആൻസർ നിങ്ങൾ പറയണ ഞാൻ ആർക്ക് സമ്മാനം കൊടുക്കുക? ചോദ്യം പോയി നിങ്ങൾ പോയിക്കോളി, സീറ്റ് പോയിക്കോളി, എല്ലാവരും പോയിക്കോളി. പിന്നെ ഐസ്ക്രീം കിട്ടാത്ത പോലെ എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈയൊന്തിച്ചാണേ. ഐസ്ക്രീം കിട്ടാത്ത പോലെ കൈയൊന്തിക്കുക. കിട്ടിയിട്ടില്ല. ആയിക്കോട്ടെ. ഇനി അടുത്ത ചോദ്യം എന്താ അറിയോ? നമ്മളെ രണ്ടാമത്തെ ഖലീഫന്റെ പേരെന്താണ്? ജിബ്രീലോ ഉമർ റളിയല്ലാഹു അൻഹു? ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം, നിങ്ങളെ കഥ കേട്ടിട്ടില്ലേ? വേഷം മാറിയിട്ട് ഇങ്ങനെ നാട്ടിലൂടെ ഇങ്ങനെ നടന്നപ്പം ഒരു വീട്ടിലൊരു ഉമ്മയും മോളും ഒരു നടന്നൊരു സംഭാഷണം. ആർക്കറിയാം സംഭാഷണം? എന്താ സംഭാഷണം? ആർക്കെങ്കിലും അറിയോ? വാ, എന്നാ പറഞ്ഞു കൊടുക്കട്ടോ, കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. ചോദ്യം അതല്ല കേട്ടോ. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു രാത്രി വേഷം മാറി വഴി കൂടെ നടക്കുമ്പോൾ ഒരു ഉമ്മേൻ്റെയും മോളുടെയും സംസാരം കേട്ട് അവർ പാല് കൊടുക്കണമായിരുന്നു. ആൾക്കാർക്ക് പാല് കൊടുക്കണ ആളായിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞ് പാല് വെള്ളം ചേർത്ത് കൊടുക്കാന്ന്. മോള് പറഞ്ഞ് ഇല്ല, അങ്ങനെ ചേർക്കാൻ പാടില്ലെന്ന് മോള് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് ഇത് ആരും കാണല്ലോ എന്ന് പറഞ്ഞ്, കേക്കല്ലോ എന്ന് പറഞ്ഞ്. അപ്പം മോള് പറഞ്ഞ് അള്ളാഹു കാണണ്ടെന്ന് പറഞ്ഞ്. അള്ളാഹു കാണണ്ടെന്ന് പറഞ്ഞ്. അപ്പം മോള് അള്ളാഹു കാണണ്ടെന്ന് പറഞ്ഞ്. അപ്പം അമ്മ പറഞ്ഞ് അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ്. അപ്പം അത് പുറത്ത് ഉമർ റളിയല്ലാഹു കേട്ടിരിക്കണ്ടായി. അപ്പം മോൾക്ക് ഉമർ റളിയല്ലാഹു ഒരു ഗിഫ്റ്റ് കൊടുത്ത്. ഉമർ റളിയല്ലാഹുവിൻ്റെ മോനെ ആ മോൾക്ക് കെട്ടിച്ചു കൊടുത്ത്. ചോദ്യം അതിന് എന്തിനാണ് ചോദ്യം? അപ്പൊ ഉമർ റളിയല്ലാഹു എന്താണ് ഗിഫ്റ്റ് കൊടുത്തത് എന്ന് ചോദ്യം. ആ ഗിഫ്റ്റിന്റെ ടിസ്റ്റോൻ അവിടെ എന്താക്കി? പൊട്ടിച്ചു അല്ലേ? ചടച്ച് സമ്മാനം കൊടുത്തു. എന്നാ ഇവിടെ അടുത്ത ചോദ്യം സീറ്റിൽ ഇരിക്കണോലോട് മാത്രം. അടുത്തട്ടോ, നമ്മൾ ഖുർആൻ ഉണ്ടല്ലോ അല്ലേ? നീച്ചിന്നിട്ട് കാര്യമില്ല, എനിക്ക് സമ്മാനം കിട്ടൂല. നമ്മൾ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിലേ എല്ലാ സൂറത്തും തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? ഔദും ബിസ്മിയും ചൊല്ലണ്ടേ? അപ്പൊ ചില ഒരു അധ്യായത്തിന് എന്തില്ല? ബിസ്മില്ല. അതേതോ സൂറത്ത്? സൂറത്തു തൗബ. ചോദ്യം അതൊന്നല്ല, നീച്ചു വരുന്നവർക്ക് സമ്മാനമില്ല. സൂറത്തു തൗബ. ആ സൂറത്തു തൗബ എത്രാമത്തെ അധ്യായമാണ്? ഇവള് കൊറേ ആയിട്ടോ സമ്മാനം വാരി കൂട്ടണം. എന്റെ പേരൊന്നുകൂടെ പറഞ്ഞ? അബുദിയ. വീട് നാവായിക്കുളം. 9. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അല്ലേ? എന്തൊരു മനോഹരമായ, എന്താ പേര്? അബുദിയ അല്ലേ? മാഷാ അല്ലാഹ്. അവള് കുറെ സമ്മാനം വാരണം. ഓള് ശ്രദ്ധിക്കണ്ടേ, ഇന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി രണ്ടാമത്തെ ഇനിയുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് കുറച്ചു നേരം ആർക്ക് കൊടുക്കാം? നിങ്ങളെ എ ഗ്രൂപ്പിന്റെ ലീഡർ എന്താ പേര്? എന്താ അങ്ങളുടെ പേര്? നിയാസങ്ങൾ. ഇനി കുറച്ച് ചോദ്യം ചോദിക്കുന്നുണ്ടോ? ചോദിക്കട്ടെ. ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ചാടിക്കേറി ഉത്തരം പറഞ്ഞ ചോദ്യം അസാധുവാകും, പിന്നെ ആർക്കും സമ്മാനം കിട്ടൂല. ഉത്തരം അറിയാവുന്നവരെന്ത് ചെയ്യണം? എങ്ങനെ ചോദിക്കണം?
ഇരുന്ന് കൊണ്ട് കൈവക്കണം. എഴുന്നേറ്റ് നിന്ന് കൈവക്കി വിളിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യൂല, ആർക്കും സമ്മാനം കിട്ടൂല. അപ്പൊ നമ്മൾ പറഞ്ഞു ഖുറാനിൽ ബിസ്മി ഇല്ലാത്ത സൂറത്താണ് എന്ത്? സൂറത്തു തൗബ. അങ്ങനെയെങ്കിൽ ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? കൈവക്കുക. നീ വാ. അവനാണ് ആദ്യം പൊക്കിയത്, ഞാൻ നോക്കിയടാ. ഇവനാണ് ആദ്യം കൈവക്കി, ഇവനാണ് ആദ്യം കൈവക്കിയത്. 114. ഉത്തരം ശരിയാണോ? 114. അപ്പൊ അവന് സമ്മാനം കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം. അപ്പൊ ഖുറാനില് 114 സൂറത്തുകൾ ഉണ്ട്. ഒരു സൂറത്തിൽ എന്തില്ല? ബിസ്മില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഖുർആനിൽ ആകെ എത്ര ബിസ്മി ഉണ്ട്? നീ പറ. 114. 114. ഒരു സൂറത്തിൽ ബിസ്മില്ല. ഓക്കെ 113 അല്ല, 114. അപ്പൊ 114 ബിസ്മി ഉണ്ട്. ഏതിലാണ് 2 ബിസ്മിയുള്ള സൂറത്ത്? ഏതാ സൂറത്ത്? ഏതാണ് സൂറത്തു? സൂറത്തു നംല്. അടുത്ത ചോദ്യം. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഖുർആനിൽ നബിയുടെ ഏറ്റവും വലിയൊരു ശത്രുവിൻ്റെ പേര് പറയുന്നുണ്ട്. ഖുർആനിൽ നബിയുടെ ഏറ്റവും വലിയ ഒരു ശത്രുവിൻ്റെ, ഇരുന്നാലേ ചോദ്യം സ്വീകരിക്കുള്ളൂ, കൈവക്കി കഴിഞ്ഞാൽ, ഒരു ഏറ്റവും വലിയ ശത്രുവിൻ്റെ പേര് പറയുന്നുണ്ട്. ആ ശത്രുവിൻ്റെ പേരെന്താണ്? ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കണ ആള് നീ വാ. ഐസ്ക്രീം പൊക്കി പിടിച്ചേക്കണൻ വാ. നീയല്ല, അതവിടെ വേസ്റ്റ്. ഐസ്ക്രീമിന്റെ പാത്രങ്ങൾ ഇരിക്കണ താഴെ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. ശൈത്താൻ. വേറെ ആരൊക്കെയാ പറയാൻ പറ്റുന്നത്? നീ വാ. എണീറ്റ് വന്നോൾക്ക് ഇവിടെ സമ്മാനല്ല, സീറ്റ് പോയി കുത്തിർന്നോളി. അബൂലഹബ് അല്ലേ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഏതാ സൂറത്ത്? അബൂലഹബിനെ കുറിച്ച് പറഞ്ഞ സൂറത്ത് ഏതാ? സൂറത്തു മസ്സദാണോ? സൂറത്തു മസ്സദ്. ഏതാണ്? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. അവിടെ എന്താ പറഞ്ഞ? അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ മുഖേന ഇറക്കിയ ഒരു സാധനമാണ് എന്ത്? നിങ്ങൾ എന്തിനാ എണീച്ചെന്നിട്ടൊക്കെ പറയണേ? ഞാൻ അവിടെ സീറ്റ് എന്ന് പറയാനല്ലേ പറഞ്ഞേ. നിങ്ങള് എന്താണ്? ഖുർആൻ. ഓക്കെ അല്ലേ? അപ്പം ഖുർആനാണ് ആർക്ക് ഇറങ്ങിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹി സ്വലാമക്ക് ഇറങ്ങിയ അവിടെ ആണല്ലോ. വാ പെട്ടെന്ന് വാ, ടൈമില്ല. അതന്നെ പറഞ്ഞ, പെട്ടെന്ന് കൈ പൊന്തിക്കണോൽക്കാണ് സമ്മാനം. തൗറാത്ത്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളിട്ടോ. ശ്രദ്ധിച്ചോളി. കൈ ഇങ്ങനെ പൊന്നിച്ചിട്ടുണ്ട് കാര്യമില്ല, ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മളെ ഖുറാനിലെ ഖുറാന് ആദ്യമായിട്ട് എവിടുന്ന് ഇറങ്ങിയത്? ഇറാഖോയില് അല്ലേ? എണീറ്റ് വരണ്ടടാ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇറാഖോയിലാണ് എന്തായത്? ഖുറാൻ ഇറങ്ങിയത്. അപ്പൊ ആദ്യം ഇറങ്ങിയത് ഏതായിട്ടാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അവിടെ പോയിരിക്കണേ. നിങ്ങളിങ്ങനെ നീക്കുന്നോണ്ട് ഞാൻ ആൻസർ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അത് എത്രാമത്തെ അധ്യായമാണ്?
30. 30 പോലും. വാ, 96. 96 ആണോ? ഇനി ഏതെങ്കിലും ആൻസർ ഉണ്ടോ? 3. ഇനി അടുത്ത് 5. അടുത്ത് ഓക്കെ, അപ്പൊ ആൻസർ ഒന്നുമില്ല, 96 തന്നെയാണ്. സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ 96 പറഞ്ഞില്ലേ? ഞാൻ അടുത്ത ചോദ്യം ഉണ്ടോ? അപ്പം ഒന്നാമത്തെ ആയത്ത് നബിക്ക് എവിടുന്ന് ഇറങ്ങിയത്? ഇറാഖുവിൽ നിന്ന് ഒരു 5 ആയത്ത് ഇറങ്ങിയില്ലേ? എത്രാമത്തെ അധ്യായമാണത്? 96. എത്രാമത്തെ? 96. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഖുർആൻ ആദ്യം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 ഇങ്ങനെ പോയി. എത്ര വർഷം കൊണ്ടാണ് ആ ഖുർആൻ ഫുള്ളായിട്ട് ഇറങ്ങിയത്? അവിടെ അവിടെ ഒരാൾ കൈ ഒന്നിച്ചു. അവിടെ അവിടെ ഇരിക്കേ ശരിക്ക് നീച്ചെടുക്കാണ്. നീക്കുന്ന ഞാൻ നോക്കൂല. നിങ്ങൾ എണീറ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ നോക്കൂല. വാ, ഇങ്ങോട്ട് വാ, സ്റ്റേജ് നമുക്ക് വാ. 23. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സമ്മാനം കിട്ടും. സ്പോട്ടിലാണ്. ഇനി അടുത്തത് കേട്ടോ, അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടൂല. എന്താ അറിയോ, നമ്മളെ ഖുർആന് കുറേ പേരുകളുണ്ട്. അതിലൊരു 2 പേര് ഖുർആന്റെ കേട്ടോ, സൂറത്തുൽ ഫാത്തിഹന്റെ അല്ല. ഖുർആന്റെ ഒരു 2 പേര് ആരെങ്കിലും ഇവിടെ നിന്ന് പറയാം? വാ 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 വാ. ബക്കറ. ഖുർആനിലെ അധ്യായത്തിന്റെ പേരല്ല, ഖുർആനിന്റെ മറ്റു പേര്. ഇപ്പം ഇന്റെ പേര്, ഇപ്പൊ എന്റെ പേരെന്താ? ആതിഫ്. ആതിഫ്. വീട്ടിൽ വിളിക്കണ പേര് ആതു. ആത്തു. അതേപോലെ ഖുർആനിന് പേരുണ്ടാവില്ല, വിളിപ്പേരല്ല, വേറൊരു പേരുണ്ട്. ഇല്ലല്ല, ഇരുന്നോൽക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. അവിടെ ഒരു കുട്ടി കൈ വെച്ചു. വാ, ഇരിക്കുന്നവരെ മാത്രം പരിഗണിക്കുള്ളൂ. ഇരിക്കുന്നവരെ വാ. ഖുർആനിന്റെ അവച്ച് ക്വസ്റ്റ്യൻ കാണാതെ കയ്യൊന്നിച്ച്. ഖുർആനിന്റെ മറ്റു പേര് എന്താണ്? ഇരിക്കുകയാണെങ്കിൽ മാത്രമേ കൊണ്ടുള്ളൂ. അല്ല, അതിന് മുമ്പ് ഒരു കൈ ഒന്നിച്ചിക്കണ്. വാ വാ വാ, വാ വാ. കുറെ സീറ്റ് ഇരിക്കണില്ല. ഞങ്ങള് ഇരിക്കുന്നവരെ മാത്രം വിളിക്കുള്ളൂ. അവിടെ പോയി ഇരുന്നിട്ട് സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാൻ എന്ന് പോട്ടെ, അൽ ഫുർഖാൻ എന്നാണ് അടുത്തത്. ആയിക്കോട്ടെ, സൂറത്തുൽ ഫുർഖാൻ. ഇനി ആ സൂറത്തുൽ ഫുർഖാൻ ആർക്കും പറയാൻ പറ്റൂല. അടുത്തൊന്ന് ഇവിടെ ആരാണ്? വാ, മുസ്ഹഫ്. അത് നമുക്ക് ഇവർക്ക് സമ്മാനം കൊടുത്താണ്. ഒരു സമ്മാനം കൊടുത്ത ഒരു മഞ്ച് ഒരു പേര് പറഞ്ഞു. ഇനി അടുത്ത് ഫുർഖാൻ, മുസ്ഹഫ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഞാൻ അവിടെ ഒരു വീട്ടിലാണ്. വാ 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 പെട്ടെന്ന്. നിങ്ങൾ സീറ്റിൽ ഇരിക്കാതെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മൈക്ക് മേടിക്കൂല. റഹ്മാന്. കലാമുള്ള. അത് ആരുടെ പേരാണ്? നിങ്ങൾ അവിടെ പോയിരിക്കാതെ ഞാൻ ആൻസർ തരില്ല. പറയ്. സൂറത്തുൽ മറിയം. ഞാൻ എന്താ ചോദിച്ചത്? ചോദ്യങ്ങൾ കേട്ടിട്ടില്ല. ആ, ഖുർആൻ. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്തൊക്കെ പേര് നിങ്ങൾ എല്ലാരും കേട്ടോളി. ഉണ്ടോ? എന്നാ വാ. അന്നൂറ് അദ്ദിഖർ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഒരു 2 പേരും കൂടി ഉണ്ട്. അത് ആർക്കറിയാം? അൽ ഫുർഖാൻ അല്ലാതെ, അദ്ദിഖർ അല്ലാതെ, അന്നൂർ അല്ലാതെ ഒരു 2 പേരും കൂടി ഉണ്ട്. കിതാബ്. മാഷാ അല്ലാഹ്. ഇനി ഒരു പേരും കൂടി ഉണ്ട്. അൽ ജിന്ന്. യോ മോനെ, അതല്ല. ഉണ്ടോ? ഇനി ഒരു പേരും കൂടി ഉണ്ട്. മുസ്ഹഫ് അല്ല,
സീറ്റിലിരുന്ന് കയ്യൊന്തിക്കണവർക്ക് മാത്രമുള്ളൂ. വാ, സീറ്റിലിരുന്ന് കൈ പൊന്തിക്കണവർക്ക് മാത്രമേ ഉള്ളൂ. വളണ്ടിയർമാർ ശ്രദ്ധിക്കുക, അവർക്ക് പറഞ്ഞേച്ചാൽ മതി. വാ. മുസാഫ് അല്ല, അതുമല്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? വാ, പെട്ടെന്ന് വാ. ഉമ്മുൽ കിതാബ് അല്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? വാ, എന്നാ വാ. കലാമല്ല. മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. എന്താണ് പേര്? അൽ ഹുദ. അപ്പൊ ഒന്നാമത്തെ എന്താ പേര്? അൽ ഫുർഖാൻ. രണ്ടാമത്തെ അൽ ദിക്ർ. മൂന്നാമത്തെ അന്നൂർ. നാലാമത്തെ അൽ ഹുദ. അഞ്ചാമത്തെ അൽ കിതാബ്. വേറെയും കുറെ പേരുകൾ, പക്ഷെ ഇതാണ് വന്നത്. പ്രബലമായ ഒരു 5 പേരാണ് ഈ പേരുകൾ. വേറെയും പേരുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു ചോദ്യത്തിന് പോയാലോ? ചോദ്യം എന്താ അറിയോ? ചോദ്യങ്ങൾ ആ സീറ്റിലിരിക്കും, പെട്ടെന്ന് ഇരിക്കും. ഇനി എന്താ പറയുക? ഇനി സമ്മാനം കിട്ടിയോ? ഇനി കയ്യൊന്നിച്ചാണ്ട് നിങ്ങൾ കുറേ കിട്ടിയില്ലേ? ഇനി കിട്ടാത്തോലെ നമുക്ക് അറിയോ നോക്കാം. കിട്ടാത്തോൽക്ക് സമ്മാനം കിട്ടാത്തോലൊന്ന് കയ്യൊന്നിച്ചാണേ. നിങ്ങൾക്കില്ല അവസരമാണ്. നിങ്ങൾക്ക് ഇവിടെ എത്ര സമ്മാനം ഉണ്ട് അറിയോ? ബോക്സ് ഉണ്ട്, മഞ്ചിന്റെ 2 പെട്ടി, അവിടെ കുറെ സാധനം ഉണ്ട്. പൊന്നോ, കുറെ സാധനം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം എന്താ അറിയോ? നമ്മൾ കുറേ ആയത്തും അതേപോലെ തന്നെ കുറെ സൂറത്തൊക്കെ ഖുർആനിൽ നബിക്ക് എന്താക്കിയിട്ടുണ്ട്? അവതരിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ സീറ്റിൽ ഇരിക്കണം. അപ്പൊ പൂർണ്ണമായിട്ട് ഓരോ സൂറത്ത് എന്താക്കിയില്ലേ? പൂർണ്ണമായിട്ട് സൂറത്തുകളൊക്കെ ഇറങ്ങിക്കണോ? ആദ്യമായിട്ട് ഒരു സൂറത്ത് പൂർണ്ണമായിട്ട് ഒപ്പിറങ്ങിക്കണ്. അതേതാണ് സൂറത്ത്? ബാ, സൂറത്തുൽ ഫാത്തിഹ. മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. വാ, അവള് നേരത്തെ സമ്മാനം മേടിച്ചതാണ്. പക്ഷെ ഈ അവസരം ആർക്കാണ്? സമ്മാനം മേടിക്കാത്ത ആളുകൾക്കാണ്. സമ്മാനം മേടിക്കാത്ത ആളുകൾക്കാണ് ഈ അവസരം ഉള്ളത്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? റെഡി ആയിന്നോളി. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല് ഞാനൊരു പേര് പറയാം. ആ പേര് ഏത് സൂറത്തിൻ്റെ പേരാണ് നിങ്ങൾ പറയണം. ഞാനൊരു പേര് പറയും, ആ പേര് ഏത് സൂറത്തിൻ്റെ പേരാണ് നിങ്ങൾ പറയണം. പറയട്ടെ? അൽഹംദ്. ബാക്കിൽ നീല വാ. സൂറത്തുൽ ഫാത്തിഹ. മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. ഓക്കെ, സമ്മാനം കൊടുക്ക അങ്കിളെ, സമ്മാനം കൊടുക്കി. ഞാൻ അടുത്തൊരു ചോദ്യം എന്താ അറിയോ? അടുത്തങ്ങൾക്ക് ടഫേക്കാരം. ചോദ്യം കേട്ടോ. നമ്മളെ നാട്ടുകളിലൊക്കെ കുറെ ഹാഫിളുമാരില്ലേ? ഹാഫിള് പറഞ്ഞ എന്താ? ഖുർആന് എന്നെ കൊല്ലു. നിങ്ങൾ അവിടെ പോയിരിക്കും, പേടിയാണ്. നിങ്ങൾ വരണാണ് ഇപ്പോ. മാമ ഹാഫിള. മാഷാ അല്ലാഹ്, നമ്മളൊക്കെ ഹാഫിളാവൂലേ? നമ്മളൊക്കെ ഹാഫിളാകണം. ഹാഫിളത്തുകളൊക്കെ ആകണം. അപ്പൊ ചോദ്യം അതല്ല, ഖുർആൻ ആദ്യമായി ഹിഫ്ളാക്കിയതാരാണ്? പൂർണ്ണമായിട്ട് അവിടെ ബാക്കിൽ വാ. ഈ ഓൻ അങ്ങോട്ട് നോക്കുക. ഞാൻ അവിടെ വേണ്ട, ഇവിടെ വാ. റോസ് വാ. വരും. നിങ്ങൾ ഇങ്ങനെ വന്നാൽ ഞാൻ എന്തായാലും വിളിക്കൂലല്ലോ. വാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. സമ്മാനം കൊടുക്കി. അപ്പേ ഈ സൂറത്ത്
സൂറത്തുകളൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ മക്കിയ മദനിയ എന്ന് കാണാൻ പറ്റും. അതെന്താ നിങ്ങൾക്ക് അറിയോ? ഹിജ്റന്റെ മുമ്പ് അവതരിപ്പിച്ചതൊക്കെ എന്താണ് മക്കിയ, ശേഷം മദനിയ ഒക്കെയാണ്. ഈ മക്കയിൽ അവതരിപ്പിച്ച സൂറത്തുകളെ എണ്ണം അറിയോ ആർക്കെങ്കിലും? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നേ ഈ ഉസ്താദിന്റെ ടഫ് മാത്രം ചോദിക്കണം, പക്ഷെ നിങ്ങളൊക്കെ ഇപ്പൊ പഠിക്കണതും പഠിക്കാൻ പോണതും വിഷയങ്ങളാണ്, അതുകൊണ്ട് മാത്രം ചോദിക്കാണ്. നിങ്ങളെ മദ്രസ പുസ്തകത്തിൽ വിസ്ഡം മദ്രസ എത്ര ആൾക്കാരുണ്ട്? കാന മദ്രസ എത്ര ആൾക്കാരുണ്ട്? സുന്നി മദ്രസ എത്ര ആൾക്കാരുണ്ട്? എല്ലാവരും പഠിക്കണം. അപ്പം മക്കിയ സൂറത്തുകൾ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദ്യം. വാ ഓളാ 110. അതല്ലടാ 300. 300. എത്ര സൂറത്തുകൾ? ആകെ എത്ര സൂറത്തുകളുണ്ട് ഖുർആനില്? 114. നിങ്ങളിങ്ങനെ വന്നാൽ ഞാൻ ചോദിക്കൂല. അത് അവിടെ ഇരിക്കണം. ആ പച്ച ഷർട്ട് വാ 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 എന്നെ പച്ച ഷർട്ട് ബോക്സ് ഇങ്ങനെ പിടിച്ചിക്കണേ. നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ ചോദിക്കൂലല്ലോ. പറയ്. 117. 117. അപ്പൊ 2-3 സൂറത്ത് ഉണ്ടാക്കിയോ? നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കണോ? സീറ്റിലിരുന്ന മാത്രം ചോദിക്കുള്ളൂ. സീറ്റ് 108. അതൊന്നല്ല. എത്ര അറിയോ? 86 സൂറത്തുകളാണ് എവിടെ അവതരിപ്പിച്ചത്? മക്കയില് അവതരിപ്പിച്ചത്. അതേപോലെ മദീനയിൽ എത്ര അറിയോ? മദീനയിൽ എത്ര അറിയോ? 28. അപ്പോളേ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ആ പഠിക്കാനാണ് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തത്? ബട്ടർഫ്ലൈസ് എന്ന പ്രോഗ്രാമിന് വന്നത്. ഇഷ്ടമായോ പ്രോഗ്രാം? എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മൾ ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കുറേ നടത്തും. എന്താണ് ഈ പ്രോഗ്രാം നടത്തുന്ന ഒരു സംഘടനയുടെ പേരെന്താണ്? വിസ്ഡം സ്റ്റുഡൻസ്. എന്താണ്? വിസ്ഡം സ്റ്റുഡൻസ് ടീം ബാലവേദിയാണ് കേട്ടോ. എന്താണ് വിസ്ഡം സ്റ്റുഡൻസ് ടീം ബാലവേദി. അപ്പൊ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി പറയട്ടെ. എല്ലാവരും വീട്ടിൽ പോവല്ലേ? വീട്ടിൽ പോകാനായില്ലേ? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എല്ലാവരും യൂട്യൂബിൽ കയറിയിട്ട്, നമ്മൾ യൂട്യൂബിൽ കയറാനില്ലേ? കാർട്ടൂൺ കാണാൻ, അത് കാണാൻ, ഇത് കാണാനൊക്കെ കയറാറില്ലേ? ഇന്ന് കയറിയിട്ട് നിങ്ങൾ ആദ്യം അടിക്കണം എന്തറിയോ? തേൻമൊഴി. എന്തടിക്കണ്ടേ? തേൻമൊഴി. കേട്ടുക്കണോ? ആ തേൻമൊഴി അയച്ചിട്ട് അതിലെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കാണൂലേ? നിങ്ങൾക്ക് ഇന്ന് കിട്ടണേ, ഇവിടുന്ന് കിട്ടണ അതേപോലെ സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ പ്രായത്തിലുള്ള കുറേ കുട്ടികൾ അതിൽ തരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കാണുമോ? അപ്പൊ എന്താണ് ആ ചാനലിന്റെ പേര്? എന്താണ്? തേൻമൊഴി. അപ്പൊ എല്ലാവരും കാണൂലേ? അപ്പൊ നമുക്ക് വീട്ടിൽ പോവല്ലേ? വീട്ടിൽ പോവാ. നമ്മളെ വാപ്പമാരും ഉമ്മമാരൊക്കെ അവിടെ വന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വീട്ടിൽ പോണ്ടേ? അപ്പൊ ഇൻഷാ അല്ലാ പോവല്ലേ? ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എക്കാരും ബിക്കാരൊക്കെ ഭയങ്കര രസേനി. എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിൽ എന്താക്കി ഭയങ്കര മത്സരം. അങ്ങോട്ടും ഇങ്ങോട്ട് കിസിനാണെങ്കിൽ എക്കാരേക്കാളും ബെസ്റ്റ് ബിക്കാരെന്ന് പറയാൻ പറ്റൂല, എന്നാൽ ബിക്കാരി ബെസ്റ്റ് എക്കാരെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര ഉഷാർ തന്നെ. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ഇനി നമ്മൾ ഈ പരിപാടിക്ക് വരൂലേ? ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് വരൂലേ? വരുന്നുണ്ടെങ്കിൽ ഉറക്കെ വരും എന്ന് പറയണം. ഇങ്ങനത്തെ പ്രോഗ്രാമുകൾക്ക് വരൂലേ? വരും. സദസ് വിരിയുമ്പോൾ എന്താ ചൊല്ല? സുബ്ഹാനക അല്ലാഹുമ്മ അബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.